हरि ओम हरि ओम हरि ओम ഒരു കോള് വന്നപ്പോൾ കട്ടായി. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും സുപ്രഭാതം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായാദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യപരുദ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേദമപേദകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിദീർഷതാം തമോന്തം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമ്മായ ശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജമിത്രായ നമസ്തേ പങ്കജാംഗ്രയേ.
പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. എല്ലാവർക്കും ഭാഗവത ജ്ഞാനഗംഗാ പ്രവാഹത്തിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. ശ്രീകൃഷ്ണ ലീലാമൃതം ഭാഗവതം ദശമസ്കന്ധം 10-ാം അധ്യായം. ഭഗവാന്റെ ദാമോദര ലീല, ഉലൂഖല ബന്ധനം, അതിനോട് അനുബന്ധിച്ചുള്ള നളകൂപര മണിഗ്രീവ ശാപമോക്ഷം, ഈ കഥാഭാഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലേക്ക് ഏവർക്കും സുസ്വാഗതം. പറയുമാതിരി ഇന്ന് രാധാ അഷ്ടമി അല്ലേ, അങ്ങനെ ഒരു വിശേഷം കൂടിയാണ്. നമ്മൾ കേരളത്തിൽ ആചരിച്ച് ശീലമില്ലാത്തതുകൊണ്ട് പെട്ടെന്നൊന്നും ആർക്കും ഓർമ്മയിൽ വരില്ല. രാധാകൃഷ്ണ ഭക്തന്മാർ പ്രത്യേകിച്ച് വൃന്ദാവനം, മധുര അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ക്ഷേത്രങ്ങളിലും മറ്റ് വിശേഷപ്പെട്ട വൈഷ്ണവ ക്ഷേത്രങ്ങളിലും ഹരേ കൃഷ്ണ പ്രസ്ഥാനം പോലെയുള്ളവരും മറ്റുള്ള പല വൈഷ്ണവ സമ്പ്രദായങ്ങളും ഉണ്ട്. അവരൊക്കെയാണ് ഈ രാധാകൃഷ്ണ കഥകൾ കൂടുതലായിട്ട് പാടി നടക്കുന്നവർ. അവരാണ് ഈ രാധാ ജയന്തി, രാധാഷ്ടമി ആഘോഷിക്കുന്നതിൽ വളരെ സന്തോഷം കാണുന്നവർ. നമുക്കത് ശീലമില്ലാത്തതുകൊണ്ട് വരുന്നില്ല. മാത്രമല്ല, ഭാഗവതത്തിൽ രാധ എന്നുള്ളൊരു പരാമർശമേ എവിടെയില്ല. എന്തുകൊണ്ട് എന്ന് പല കാരണങ്ങളും പലരും പറയും. എന്തായാലും ഭക്തിയുടെ മൂർത്ത രൂപമാണ് രാധാദേവി. ഭഗവാനോടുള്ളതായിട്ടുള്ള ആ പ്രേമധാര, ധാരയെ തിരിച്ചിട്ടാൽ രാധയായി. നമ്മുടെ മനസ്സും ആ രാധയെപ്പോലെ ഭഗവാനിലേക്ക് ധാരയായി ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ആ രാധ ഭഗവാനെ നിഷ്കാമമായി സ്നേഹിച്ച പോലെ, നിസ്വാർത്ഥമായി സ്നേഹിച്ച പോലെ നമ്മൾ കഥകളൊക്കെ കേട്ടിട്ടുള്ളത് അങ്ങനെയൊക്കെയുള്ള കഥകളാണ്. അപ്പോൾ തത്സുഖസുഖിത്വം എന്ന് നാരദ മഹർഷി പറയുന്ന, നമ്മൾ ആരെ സ്നേഹിക്കുന്നുവോ അവരുടെ സുഖമാണ് നമ്മുടെ സുഖം എന്നുള്ള ഭാവം, അതിൻ്റെ ഒരു പ്രകടഭാവമാണ് രാധയുടെ പ്രേമം. അപ്പം അങ്ങനെയുള്ള അല്ലേ, നമ്മുടെ ഓൺലൈൻ സ്റ്റുഡൻസിൽ ഒരുപാട് രാധമാരും രാധാകൃഷ്ണന്മാരും ഉണ്ട്. അപ്പോൾ പിന്നെ രാധാകൃഷ്ണ ശബ്ദം എല്ലാവർക്കും വളരെ പരിചിതമാണ്. പലരുടെയും നമ്മുടെ കേരളത്തിൽ ഒരുപാട് പേരുടെ പേരുണ്ട് രാധാകൃഷ്ണന്മാർ. എന്തായാലും എല്ലാവർക്കും ആ രാധാദേവിയുടെയും ഭഗവാന്റെയും അനുഗ്രഹം ഉണ്ടാകട്ടെ. ഭഗവാന്റെ മറ്റൊരു രൂപം തന്നെയാണ് ദേവി.
എങ്ങനെയാണോ ശ്രീരാമസ്വാമിയും ഹനുമാൻ സ്വാമിയും മറ്റൊരു ഭാവത്തിൽ രണ്ടായിട്ടിരിക്കുന്നത്, അതുപോലെ തന്നെയാണ് ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാനും രാധാദേവിയും. അപ്പോൾ ആ ദേവിയുടെ അനുഗ്രഹം നമുക്കെല്ലാം ഭക്തിയുടെ രൂപത്തിൽ ഉണ്ടാവട്ടെ. നമുക്കെല്ലാം ഭക്തി വർജിച്ച് വരട്ടെ. ഗംഗാപ്രവാഹം പോലെ ധാരയായി ഒഴുകുന്ന ഭക്തി, അതാണ് രാധ. അപ്പോൾ ആ ഒരു പ്രാർത്ഥനയോടെ, ആശംസകളോടെ എല്ലാവർക്കും രാധാഷ്ടമി ആശംസകൾ. നാരായണ. നമുക്ക് ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം ഭഗവാനെ സ്മരിക്കുന്ന പരിപാടിയിൽ തന്നെയാണ് നമ്മളും. നമ്മുടെ മനസ്സും ഇപ്പോൾ ആ രാധാദേവിയെ പോലെ തന്നെ ഭഗവാനെ തന്നെ സ്മരിച്ചു കൊണ്ടിരിക്കാം. ദശമസ്കന്ധം ദശമോധ്യായം വായിക്കാം. 23 വരെ മറ്റാണ് പറഞ്ഞത്, തുടർന്ന് പറയാനുണ്ട്. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ ദശമോധ്യായഃ. രാജോവാച കഥ്യതാം ഭഗവന്നേതത്തയോഃ ശാപസ്യ കാരണം യത്തദ്വിഗർഹിതം കർമ്മ യേന വാ ദേവർഷേ സ്തമഃ. ശ്രീശുക ഉവാച രുദ്രസ്യാനുചരൗ ഭൂത്വാ സുധൃപ്തൗ ധനദാത്മജൗ കൈലാസോപവനേ രമ്യേ മന്ദാകിന്യാം മതോത്കടൗ വാരുണീം മദിരാം പീത്വാ മദാഘൂർണിതലോചനൗ സ്ത്രീജനൈർ അനുഗായദ്ഭിഃ ചരതു പുഷ്പിതേ വനേ അന്തഃ പ്രവിശ്യ ഗംഗായാമംബോജവനരാജിനി ചിക്രീഡതുർയുവതിഭിഃ ഗജൗ ഇവ കരേണുഭിഃ. യദൃച്ഛയാ ച ദേവർഷിഃ ഭഗവാൻ തത്ര കൗരവ അപശ്യന്നാരദോ ദേവൗ ക്ഷിബാണൗ സമബുദ്ധ്യത. തം ദൃഷ്ട്വാ വ്രീഡിതാ ദേവ്യോ വിവസ്ത്രാ ശാപശങ്കിതാഃ വാസാംസി പര്യദുഃശീഘ്രം വിവസ്ത്രൗ നൈവ ഗുഹ്യകൗ. തൗ ദൃഷ്ട്വാ മദിരാമത്തൗ ശ്രീമദാന്ധൗ സുരാത്മജൗ തയോരനുഗ്രഹാർത്തായ ശാപം ദാസ്യന്നിദം ജഗൗ. നാരദ ഉവാച നഹ്യന്യോ ജുഷതോ ജോഷ്യാൻ ബുദ്ധിഭ്രംശോരജോ ഗുണഃ ശ്രീമദാഭിജാത്യാദിഃ യത്ര സ്ത്രീദ്യൂത ആസവഃ. ഹന്യന്തെ പശവോ യത്ര നിർദയൈരജിതാത്മഭിഃ മന്യമാനൈരിമം ദേഹം അജരാമൃത്യുനശ്വരം. ദേവസംജ്ഞിതമപ്യന്തേ ക്രമിവിഡ്ഭസ്മസംജ്ഞിതം ഭൂതദൃക്തത്കൃതേ സ്വാർത്ഥം കിം വേദനിരയോ യതഃ. ദേഹ കിം അന്നദാതുസ്വം നിഷേക്തുഃ മാതുരേവ ച മാതുഃ പിതൃവാ ബലിനഃ ക്രേതുരഗ്നേഃ ശുനോപി വാ. ഏവം സാധാരണം ദേഹമവ്യക്തപ്രഭവാപ്യയം കോ വിദ്വാനാത്മസാത് കൃത്വാ ഹന്തി ജന്തൂൻ ഹൃദേ അസദഃ. അസദഃ ശ്രീമദാന്തസ്യ ദാരിദ്ര്യം പരം അഞ്ജനം ആത്മൗപമ്യേന ഭൂതാനി ദരിദ്രഃ പരം ഇക്ഷത്തെ. യഥാ കണ്ടകവിദ്ധാംഗോ ജന്തോർനേച്ഛതി താം വ്യഥാം ജീവസാമ്യം ഗതോ ലിംഗൈഃ ന തദാവിദ്ധ കണ്ടകഃ. ദരിദ്രോ നിരഹം സ്തംഭോ മുക്തഃ സർവമതൈരിഹ കൃത്സ്രം യദൃച്ഛയാ പുനോതി തദ്ധി തസ്യ പരം തപഃ. നിത്യം ചുക്ഷാമദേഹസ്യ ദരിദ്രസ്യ അന്നകാംക്ഷിണഃ ഇന്ദ്രിയാണി അനുശുഷ്യന്തി ഹിംസാഭി വിനിവർത്തത്തെ. ദരിദ്രസ്യൈവ യുജ്യന്തേ സാധവഃ സമദർശിനഃ സദ്ഭിക്ഷിണോതി തം തർഷം തത ആരാത് വിശുദ്ധ്യതി. സാധൂനാം സമചിത്താനാം മുകുന്ദചരണൈഷിണാം
ഉപേക്ഷൈ കിം ധനസ്തംഭൈഃ അസദ്ഭിഃ അസദാശ്രയൈഃ തദഹം മത്തയോർമാധ്വ്യാവാരുണ്യാ ശ്രീമദാന്ധയോഃ തമോ മദം ഹരിഷ്യാമി സ്ത്രൈണയോരജിതാത്മനോഃ യദിമൗ ലോകപാലസ്യ പുത്രൗ ഭൂത്വാ തമഃ പ്ലുതൗ ന വിവാസസമാത്മാനം വിജാനീതഃ സുദുർമദൗ അതോർഹതസ്താവരദാം സ്യാതാം നൈവം യദാ പുനഃ സ്മൃതി സ്യാത് മത്പ്രസാദേന തത്ര വിമദനുഗ്രഹാത് വാസുദേവസ്യ സാന്നിധ്യം ലബ്ധ്വാ ദിവ്യശരച്ഛതേ വൃത്തേ സ്വർലോകദാം ഭൂയോ ലബ്ധഭക്തി ഭവിഷ്യതഃ. ശ്രീശുക ഉവാച ഏവമുക്ത്വാ സദേവർഷിഃ ഗതോ നാരായണാശ്രമം നളകൂപരമണിഗ്രീവൗ ആസതുർയമളാർജുനൗ ഋഷേർഭാഗവതമുഖ്യസ്യ സത്യം കർത്തും വചോ ഹരിഃ ജഗാമശനകൈസ്തത്ര യത്രാസ്താം യമളാർജുനൗ ദേവർഷിർമേ പ്രിയതമോ യദിമൗ ധനദാത്മജൗ തത്തദാ സാധയിഷ്യാമി യദ്ഗീതം തന്മഹാത്മന ഇത്യന്തരേണാർജുനയോഃ കൃഷ്ണസ്തു യമയോർയയൗ ആത്മനിർവേശമാത്രേണ തിര്യഗതം ഉലൂഖലം ബാലേന നിഷ്കർഷതയാന്നുകുലൂകലം തദ്ദാമോദരേണ തരസോൽക്കലിതാംഗ്രിബന്ധൗ നിഷ്പേദതു പരമവിക്രമിതാദിവേവ സ്കന്ദപ്രവാളവിടപൗ കൃതചണ്ഡശബ്ദൗ തത്ര ശ്രിയാ പരമയാ കകുഭസ്ഫുരന്തൗ സിദ്ധൗ ഉപേത്യ കുജയോരിവ ജാതവേദാഃ കൃഷ്ണം പ്രണമ്യ ശിരസാ കില ലോകനാഥം ബദ്ധാഞ്ജലി വിരജസൗ ഇദമൂചതുസ്മാം. കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ ത്വമാദ്യ പുരുഷഃ പരഃ വ്യക്താവ്യക്തമിദം വിശ്വം രൂപം തേ ബ്രാഹ്മണാ വിദുഃ ത്വമേകഃ സർവഭൂതാനാം ദേഹാസ്വാത്മേന്ദ്രിയേശ്വരഃ ത്വമേവ കാലോ ഭഗവാൻ വിഷ്ണുരവ്യയൈശ്വരഃ ത്വം മഹാൻ പ്രകൃതിഃ സൂക്ഷ്മാ രജഃ സത്വതമോമയീ ത്വമേവ പുരുഷോദ്യക്ഷഃ സർവക്ഷേത്രവികാരവിദ് ഗൃഹ്യമാണൈസ്ത്വമഗ്രാഹ്യോ വികാരൈഃ പ്രാകൃതൈർഗുണൈഃ കോന്നിഹാർഹതി വിജ്ഞാതും പ്രാക്സിദ്ധം ഗുണസംവൃതഃ തസ്മൈ തുഭ്യം ഭഗവതേ വാസുദേവായ വേദസേ ആത്മദ്യോതഗുണൈഃ ബ്രഹ്മണേ നമഃ. യസ്യാവതാരാജ്ഞായന്തേ ശരീരേഷശരീരിണഃ തൈസ്തൈരതുല്യാതിശയൈർവീര്യൈർദേഹിഷു അസംഗതൈഃ സ ഭവാൻ സർവലോകസ്യ ഭവായ വിഭവായ ച അവതീർണംശഭാഗേന സാമ്പ്രതം പതിരാശിഷാം. നമഃ പരമകല്യാണ നമഃ പരമമംഗള വാസുദേവായ ശാന്തായ യദൂനാം പതയേ നമഃ. അനുജാനീഹി നൗ ഭൂമൻ തവാനുചര കിങ്കരൗ ദർശനൗ നൗ ഭഗവതഃ ഋഷേരാസീദനുഗ്രഹാത്. വാണീ ഗുണാനുകതനേ ശ്രവണൗ കഥായാം ഹസ്തൗ ച കർമ്മസു മനസ്തവ പാദയോർനഃ സ്മൃത്യാം ശിരസ്തവ നിവാസ ജഗൽ പ്രണാമേ ദൃഷ്ടിഃ സതാം ദർശനേസ്തു ഭവത്തനൂനാം. ശ്രീശുക ഉവാച ഇത്തം സങ്കീർത്തിതസ്താഭ്യാം ഭഗവാൻ ഗോകുലേശ്വരഃ ദാംനാ ചോലൂഖലേ ബദ്ധഃ പ്രഹസന്നാഹ ഗുഹ്യകൗ. ശ്രീഭഗവാനുവാച ജ്ഞാതം മമ പുരൈവൈതദൃഷിണാ കരുണാത്മനാ യത് ശ്രീമദാന്തയോർവാഗ്ഭിഃ വിഭ്രംശോനുഗ്രഹഃ കൃതഃ സാധൂനാം സമചിത്താനാം സുതരാം മൽകൃതാത്മനാം ദർശനാന്നോ ഭവേദ്ബന്ധഃ പുംസ്വക്ഷ്ണോഃ സവിതുര്യതാ തൽഗച്ഛതം മത്പരമൗ നളകൂപര സാദനം സഞ്ജാതോ മയി ഭാവോ വാം ഇപ്സിതഃ പരമോ അഭവഃ. ശ്രീശുക ഉവാച ഇത്യുക്തൗ തൗ പരിക്രമ്യ പ്രണമ്യ ച പുനഃ പുനഃ ബദ്ധോലൂകലമാമന്ത്ര്യ ജഗ്മദുർദിശമുത്തരാം. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം
ദശമസ്കന്ധേ പൂർവാർദ്ധേ നാരദശാഭോ നാമ ദശമോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം, ഒരിക്കൽ കൂടെ സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. ഭാഗവതം ദശമസ്കന്ധം, ദശമ അധ്യായം. ഇപ്പോൾ കഴിഞ്ഞ അധ്യായത്തിൽ ഭഗവാൻ വികൃതി കാണിച്ചു എന്നുള്ള പേരിൽ അമ്മയുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അമ്മ മകനെ കെട്ടിയിടാൻ ശ്രമിച്ചതും പെടാപ്പാടുപെട്ടതും പരവശയായതും ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഭഗവാൻ അനുവദിച്ചു കൊടുത്തതും തന്നെ അങ്ങനെയൊന്നും ആർക്കും ബന്ധിക്കാൻ പറ്റുന്ന ആളല്ല, അദാന്താത്മൻ എന്ന് അമ്മ വിളിച്ചത് ശരി തന്നെയാണ്. ലോകങ്ങളെ മുഴുവൻ തൻ്റെ ഉദരത്തിൽ അടക്കി വെച്ചിരിക്കുന്നവനാണ് എന്നുള്ള തൻ്റെ ദാമോദര ഭാവത്തെ ലോകത്തിനും അമ്മയ്ക്ക് മനസ്സിലായോ എന്നറിയില്ല. എന്തായാലും സൂചിപ്പിച്ചുകൊണ്ട് പിന്നീട് അമ്മയുടെ ഭക്തിയാകുന്ന കയറുകൊണ്ട് അമ്മയുടെ സ്നേഹപാശത്താൽ ബന്ധിതനായിക്കൊണ്ട് ഭഗവാൻ ഉരലിൽ കെട്ടപ്പെട്ടവനായിട്ടുള്ള രംഗം നമ്മൾ കണ്ടു. അദ്ദേഹം നാരദശാപത്താൽ വൃക്ഷങ്ങളായി നിൽക്കുന്ന നളകൂപര മണിഗ്രീവന്മാരെന്ന കുബേരപുത്രന്മാരെ അനുഗ്രഹിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അപ്പോൾ എന്തുകൊണ്ടാണ് നാരദ മഹർഷി ഇവരെ ശപിച്ചത്, എന്ത് ഗുരുതരമായ കുറ്റമാണ് അവർ ചെയ്തത് എന്നുള്ള കാര്യം പരീക്ഷിത് രാജാവ് ചോദിച്ചപ്പോൾ നാരദൻ നളകൂപര മണിഗ്രീവന്മാരെ ശപിച്ച കഥ വിസ്തരിച്ചു പറഞ്ഞു. ഐശ്വര്യമതം കൊണ്ട് ഉന്മത്തരായി തീർന്ന അവർ രണ്ടുപേരും സ്ത്രീകളുമായി മദ്യപാനം ചെയ്ത് ഗംഗയിൽ നീരാടിക്കൊണ്ടിരുന്നതായിട്ടുള്ള സമയത്ത് നാരദ മഹർഷി അതിലെ എതിർച്ചയാ വന്നപ്പോൾ സ്ത്രീകളെല്ലാം അദ്ദേഹത്തോട് ബഹുമാനം പ്രകടിപ്പിച്ച് വസ്ത്രം ധരിച്ചു. എന്നാൽ ഇവര് യാതൊരു ബോധവുമില്ലാതെ അദ്ദേഹത്തെ നിന്ദിച്ചുകൊണ്ടുള്ള പ്രവൃത്തി തുടർന്നുകൊണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കാരുണ്യം തോന്നി, ഇവരെ അനുഗ്രഹിക്കണം, നല്ല ജന്മം കിട്ടി പാഴാക്കി കളയണു, നശിച്ചു പോകുന്നു, രക്ഷിക്കണമെന്ന് കരുതിയ കരുണാമൂർത്തിയായ നാരദ മഹർഷി അവർക്ക് എന്ത് ചെയ്താലാണ് പ്രതിവിധിയാകുക. ഇവിടെ ഐശ്വര്യമതമാണ് അവരുടെ സൂക്കേട്. അതിന് ദാരിദ്ര്യം പരം അഞ്ജനം, ചികിത്സ ദാരിദ്ര്യമാണ്. ഏറ്റവും ദരിദ്രാവസ്ഥ അസ്വതന്ത്രാവസ്ഥ, പരവശാവസ്ഥ, നിന്നടത്തുനിന്ന് അനങ്ങാൻ പോലും പറ്റാത്ത വെയിലും മഴയും കാറ്റും മഞ്ഞും എല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ടുള്ള ആ ഒരു നിൽപ്പ്, ഒരു തരത്തിൽ പ്രതികരിക്കാൻ പോലും കഴിവില്ലാതെ, അത്രയും ഒരു അസ്വാതന്ത്ര്യം തന്നെയാണ് ഏറ്റവും വലിയ ദാരിദ്ര്യം. ദാരിദ്ര്യം നമ്മളെ അസ്വതന്ത്രരാക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ധനം വരുംതോറും നമുക്ക് സ്വാതന്ത്ര്യം കൂടിക്കൂടി വരുന്നു. അതുകൊണ്ടാണ് എല്ലാവരും ധനം ആർജിക്കാനായിക്കൊണ്ട് ശ്രമിക്കുന്നത്. പല കാര്യങ്ങളിലും നമുക്ക് ആ ഒരു സ്വാതന്ത്ര്യം കിട്ടുന്നു, പ്രിവിലേജ് ഉണ്ടാകുന്നു. ധനമില്ലാതാവുന്നതോടുകൂടി, ഐശ്വര്യമില്ലാതാവുന്നതോടുകൂടി നമ്മൾ ദൈന്യം ബാധിച്ച് അഹങ്കാരം നശിച്ച് നല്ല വിവേകം ഉള്ളവരായി മാറും. അപ്പോഴേ വിവേകം പ്രവർത്തിക്കുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി അനുഭവിച്ചറിയട്ടെ ഈ കഷ്ടപ്പാടുകളൊക്കെ, എന്നിട്ടവർ അഹങ്കാരം വെടിയട്ടെ എന്ന് കരുതിക്കൊണ്ട് വളരെ വിശദീകരിച്ച് നമ്മൾ ആ നാരദ മഹർഷിയുടെ ചിന്തയെല്ലാം ശരിയായിട്ടുള്ള ചികിത്സ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ ശപിക്കുന്നതാണ് നമ്മൾ കണ്ടത്. സ്ഥാവരതയെ പ്രാപിക്കട്ടെ, എന്നാലും ആ അവസ്ഥയിലും എൻ്റെ അനുഗ്രഹം കൊണ്ട് അവർക്ക് ഓർമ്മയുണ്ടാകട്ടെ, സ്മൃതി ഉണ്ടാകട്ടെ അവർ ചെയ്ത തെറ്റിനെ കുറിച്ച്.
പശ്ചാത്താപ പരവശരായി അവർ തിരുത്തട്ടെ എന്ന് ചിന്തിച്ചു. ഇനി ഭഗവാന്റെ സാന്നിധ്യം അവർക്ക് ശാപം മോക്ഷത്തിന് കാരണമാകട്ടെ, ഭഗവാന്റെ ബാലലീലകൾ കാണുന്ന ഭാഗ്യം അവർക്ക് ലഭിക്കട്ടെ. അങ്ങനെ ഭക്തിയുണ്ടായി വിനയാന്വിതരായി ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ശാപമുക്തരായി തീരട്ടെ എന്ന് ഋഷി സങ്കല്പിച്ച് അനുഗ്രഹിച്ചു എന്ന് പറയാം, ശപിച്ചു എന്നുള്ളതിനേക്കാൾ. അങ്ങനെ ആ ദേവർഷി നരനാരായണ ആശ്രമത്തിലേക്ക് പോയി നളഗോപുര മണിഗ്രീവന്മാർ ഈ യമളാർജുനന്മാരായി അഥവാ വൃക്ഷങ്ങളായി ഭവിച്ചു എന്ന് പറഞ്ഞാണ് 23-ാമത്തെ ശ്ലോകം നമ്മൾ കണ്ടു നിർത്തിയത്. അത് കഴിഞ്ഞ് കഥ തുടരാം, ഭഗവാന്റെ അനുഗ്രഹ കഥ തുടരാം. ഓം ഋഷേർഭാഗവതമുഖ്യസ്യ സത്യം കർത്തും വചോ ഹരിഃ ജഗാമ ശനകൈസ്തത്ര യത്രാസ്താം യമളാർജുനൗ. ഋഷേർഭാഗവതമുഖ്യസ്യ സത്യം കർത്തും വചോ ഹരിഃ ജഗാമ ശനകൈസ്തത്ര യത്രാസ്താം യമളാർജുനൗ. അപ്പൊ ഭഗവാൻ ഹരിഃ എന്ത് ചെയ്തു? ഭാഗവതമുഖ്യസ്യ ഋഷേഹേ വചഃ സത്യം കർത്തും. ഭഗവാൻ തൻ്റെ ഭൃത്യന്മാരായിട്ടുള്ള അല്ലെങ്കിൽ തൻ്റെ ഭക്തന്മാരായിട്ടുള്ളവരുടെ വാക്കുകളെയൊക്കെ സത്യമാക്കി ചെയ്യാൻ വ്യഗ്രതയുള്ള ആളാണ്. ഭഗവാന്റെ ഭക്തന്മാർക്ക് എന്തെങ്കിലും ക്ഷീണം ഉണ്ടായാൽ അത് ഭഗവാന് തന്നെ ക്ഷീണമായിട്ട് ഭഗവാൻ എടുക്കും. ഭഗവാന്റെ ഭക്തന്മാരെ ജനങ്ങൾ സജ്ജനങ്ങളെ ജനങ്ങൾ ബഹുമാനിക്കണം. അപ്പോൾ എങ്ങനെയാണ്? അവർ പറയുന്ന വാക്കുകൾ സത്യമാകുമ്പോഴേ അവരിൽ വിശ്വാസം ഉണ്ടാവുള്ളൂ. മഹാത്മാക്കൾ പറയുന്ന വാക്കുകൾ സത്യമായി തീരണം. അപ്പോൾ അതിന് ഈശ്വരന്റെ മുഴുവൻ അനുഗ്രഹവും അവരുടെ പുറകിലുണ്ടാവും. മഹാപുരുഷന്മാര് നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ, നിങ്ങൾക്ക് എന്താ വേണ്ടത് അത് തഥാസ്തു എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുമ്പോൾ, അല്ലെങ്കിൽ ആയുഷ്മാൻ ഭവ, സൗഭാഗ്യവതി ഭവ, വിജയീ ഭവ, വിദ്യാവാൻ ഭവ എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിച്ചാൽ, മഹാത്മാക്കളാണ് അനുഗ്രഹിക്കുന്നതെങ്കിൽ അവരുടെ ശരീരം വെറൊരു ഉപകരണം മാത്രമാണ് ആർക്ക്? ഭഗവാന്റെ അനുഗ്രഹത്തിന്. അവരത് ഭഗവാനെയാണ് അവിടെ ഇൻവോക്ക് ചെയ്യുന്നത്. അവരിലൂടെ അവരുടെ കാരുണ്യം, ഭഗവാന്റെ അനുഗ്രഹം അവരിലൂടെ വർഷിക്കാനായിക്കൊണ്ട് ഒരു ഉപകരണമായി മാറുകയാണ്. അവർ ആവഹിക്കുന്നത് ഭഗവാനെ തന്നെയാണ്. നിങ്ങളെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ, ഭഗവാൻ അനുഗ്രഹിച്ച് നിങ്ങൾക്ക് ദീർഘായുസ്സുണ്ടാകട്ടെ, ഭഗവാൻ അനുഗ്രഹിച്ച് നിങ്ങൾ ദീർഘസുമംഗലിയായിരിക്കട്ടെ, ഭഗവാൻ അനുഗ്രഹിച്ച് നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം വിജയിക്കട്ടെ, ഭഗവാൻ അനുഗ്രഹിച്ച് നിങ്ങളുടെ രോഗം മാറട്ടെ എന്നൊക്കെയുള്ളൊരു ഭാവം, അഹങ്കാരം കൊണ്ട് അനുഗ്രഹിക്കുകയല്ല അവര്. ഞാൻ കേമനാണ്, ഞാൻ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നവും തീരും, ഞാൻ ആരാ എന്നുള്ള ഭാവത്തിലല്ല. അവർക്ക് അഹങ്കാരമില്ല. അവര് ഈശ്വരന്റെ പ്രതിനിധികളായി, ഈശ്വരന്റെ നിമിത്തങ്ങളായി, ഉപകരണങ്ങളായി പ്രവർത്തിക്കുന്നവരാണ്. അപ്പൊ സാധാരണ ഒരാള് അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ അയാളുടെ ലിമിറ്റഡ് ആയിട്ടുള്ള സോഴ്സേ ഉള്ളൂ, അയാളുടെ ശക്തി മാത്രമേ ഉള്ളൂ. അയാൾക്ക് സ്വന്തം അപ്പൊ പിന്നെ വേറൊരാൾക്ക് രോഗം മാറട്ടെ എന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കാനുള്ള ശക്തി ഉണ്ടോ അയാൾക്ക്? തന്റെ പല പ്രശ്നങ്ങൾക്കും അദ്ദേഹത്തിന് ഉത്തരവില്ല, അല്ലെ? താൻ ഉദ്ദേശിച്ച തന്റെ ആയുസ് തന്റെ കയ്യിലാണോ? തനിക്ക് ദീർഘായുഷ്മൻ ഭവിക്കാൻ സാധിക്കുമോ? ഇല്ല. അവനവനെ തന്നെ അനുഗ്രഹിക്കാൻ ആ ദേഹാഭിമാനികളായിട്ടുള്ള, അഹങ്കാരികളായിട്ടുള്ള, നിസ്സാരന്മാരായിട്ടുള്ള മൂഢജനങ്ങൾക്ക് സാധ്യമല്ല. അതുകൊണ്ടാണ് എല്ലാവരും അങ്ങനെയുള്ള ആളുകളെ ചെന്ന് എന്താ പറയുക, നമസ്കരിക്കുകയും അനുഗ്രഹം മേടിക്കുകയും ചെയ്യാത്തത്. കാരണം അവർ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സേ അവരുടെ കയ്യിലുള്ളൂ, അല്ലെങ്കിൽ വളരെ അവരുടെ കാര്യം പരുങ്ങലിലാണ്. ഈ എറയി പിടിച്ച് തൂങ്ങിയവന്റെ കുതി പിടിച്ച് തൂങ്ങാൻ പോകണ്ട എന്ന് വിചാരിക്കും.
നേരെ മറിച്ച് ഭഗവാന്റെ ഭക്തന്മാരായിട്ടുള്ള സജ്ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഭഗവാനുമായിട്ട് ഭഗവാന്റെ പാദത്തിൽ പിടിച്ചിരിക്കുന്നവരാണ്. അപ്പൊ ഭഗവാന്റെ ആ പവറാണ് അവരിലൂടെ പ്രവഹിക്കുന്നത്. അതുകൊണ്ടാണ് സജ്ജനങ്ങളെ മഹാത്മാക്കളെയൊക്കെ നമ്മൾ ചെന്ന് നമസ്കരിച്ച് അനുഗ്രഹം മേടിക്കുന്നത്. മറ്റത് നമ്മൾ പ്രായം കൂടുതലുള്ളവര്, നമ്മളെക്കാൾ സ്ഥാനമാനങ്ങളുള്ളവര്, തപസ്സുള്ളവര്, അങ്ങനെയുള്ളവരെയൊക്കെ ബഹുമാനിക്കണം, നമസ്കരിക്കണം. അത് നമ്മുടെ വിനയത്തിനും അത് മറ്റു പലതരത്തിലുള്ള അനുഗ്രഹത്തിനും വേണ്ടിയിട്ടാണ്. എങ്കിലും ഭക്തജനങ്ങൾ ഭഗവാനുമായിട്ട് എപ്പോഴും ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് അനുഗ്രഹിച്ചാൽ അത് ഭഗവാന്റെ അനുഗ്രഹമായിട്ട് തന്നെ ഭരിക്കും. കാരണം ഇവരെ ജനങ്ങൾ എപ്പോഴും ബഹുമാനിക്കണം, വിശ്വസിക്കണം എന്നുള്ളത് ഭഗവാന്റെ ഒരു സങ്കല്പമാണ്, നിശ്ചയമാണ്. അങ്ങനെയാണ് സനാതനധർമ്മം നിലനിൽക്കുന്നത്. ഈ മഹാത്മാക്കളിലൂടെയാണ് സനാതനധർമ്മം നിലനിൽക്കുന്നത്. അപ്പൊ അവർക്ക് ഗൗരവം കൊടുക്കണം ജനങ്ങൾ. അവരുടെ വാക്കുകൾക്ക് ശക്തി ഉണ്ടാവണം, ജനങ്ങൾ സ്വീകരിക്കുന്നതാവണം. അപ്പോ ഞാൻ അവരെ അനുഗ്രഹിക്കുമെന്ന് ഭഗവാൻ നിശ്ചയിക്കും. അതാണ് അവിടെ സത്യം വിദാതും നിജഭൃത്യഭാഷിതം എന്ന് നരസിംഹാവതാരത്തിൽ പറഞ്ഞതുപോലെ പല സന്ദർഭങ്ങളിലും ഭഗവാൻ അവതരിക്കുന്നതൊക്കെ അങ്ങനെയുള്ള വാക്കുകളെ സത്യമാക്കി തീർക്കാനായിട്ടാണ്. അപ്പൊ ഇവിടെ ഭഗവാൻ തന്റെ ഭക്തനായ ഭക്തശിരോമണിയായ ഭാഗവത ശ്രേഷ്ഠനായ സജ്ജനങ്ങൾക്കൊക്കെ മകുടമായിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുക എന്നുള്ള കാരുണ്യ ബുദ്ധിയോടുകൂടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആ നാരദ മഹർഷിയുടെ വാക്കിനെ സത്യമാക്കാനായിക്കൊണ്ട് തീരുമാനിച്ചു. അതാണ് ഋഷേഹേ വചഃ സത്യം കർത്തും. അതിനെന്ത് ചെയ്തു? ഹരിഹി യമളാർജുനൗ യത്ര ആസ്തം. യമളാർജുനന്മാർ രണ്ട് അർജുന വൃക്ഷങ്ങൾ യത്ര ആസ്താം, എവിടെയാണോ രണ്ട് വൃക്ഷങ്ങളും സ്ഥിതി ചെയ്തിരുന്നത്, തത്ര ശനകൈഹി ജഗാമ, അവിടേക്ക് പതുക്കെ ചെന്നു എന്നാണ്. നമ്മൾ തമാശയ്ക്ക് സപ്താഹങ്ങളിലൊക്കെ കഥയായിട്ട് പറയുമ്പോൾ കുട്ടികളുമായി ചേർന്ന് ആന കളിച്ചു എന്നൊക്കെ പറയും. ഇവിടെ ഭാഗവതത്തിൽ അങ്ങനെയൊന്നുമില്ല. ശനകൈഹി ജഗാമ എന്നാണ്. ശനകൈഹി എന്നുള്ള പതുക്കെ ചെന്നു. എന്താ കാരണം വെച്ചാല് കടപടാന്ന് ഉരലുരുട്ടുന്ന ശബ്ദം കേട്ട് അമ്മ ഓടി വന്ന് തടസ്സം നിൽക്കാതിരിക്കുക. നീ എവിടേക്കാ പോണം? അവിടെ നിൽക്കവിടെ എന്ന് പറഞ്ഞ് ആരെങ്കിലും ഓടി വന്ന് ബലം പിടിച്ച് തന്നെ പിന്നെയും എവിടെയെങ്കിലും പിടിച്ച് അടച്ചിട്ടാൽ ഇവരെ അനുഗ്രഹിക്കാൻ സാധിക്കില്ല. അപ്പൊ ആരും ശബ്ദം കേൾക്കരുത്, പ്രത്യേകിച്ച് അമ്മ കേൾക്കരുത്. അപ്പൊ അതിൻ്റെ ഒരു എന്താ പറയുക സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ പതുക്കെ ശബ്ദമില്ലാതെ, കൊച്ചുകുട്ടികൾ എങ്ങനെയാണോ കളവൊക്കെ ചെയ്യുമ്പോൾ ശബ്ദമില്ലാതെ പതുങ്ങി ചെയ്യുക, അതുപോലെ ഭഗവാൻ പതുങ്ങിക്കൊണ്ട് ഈ ഉരുളിനെയും പതുക്കെ ഉരുട്ടിക്കൊണ്ട് സഞ്ചരിക്കുകയാണ്. അതാണ് ശനകൈഹി ജഗാമ, പതുക്കെ ഗമിച്ചു എന്നാണ്. തൻ്റെ അരയില് ഈ ഉരലിനെ കെട്ടിയിട്ടുണ്ട്. താൻ മുട്ടുകുത്തി സഞ്ചരിച്ചിട്ടുണ്ടാവും. കാരണം 4 വയസ്സാവണേ ഉള്ളൂ, ഏകദേശം 3.5 വയസ്സാണ്. ഒരു മിനിറ്റ് വെച്ചിട്ട് പൊക്കോളൂ. പോസ്റ്റ്മാൻ കുട്ടിയാണ്. നാരായണ. അപ്പോ അമ്മ അറിഞ്ഞ് തടയാതിരിക്കാൻ വേണ്ടി പതുക്കെ മുട്ടുകുത്തി തന്നെ ആയിരിക്കണം, പുറകിൽ ഇതിനെയും വലിച്ചുകൊണ്ട് ചെല്ലുകയാണ്. തത്ര ശനകൈഹി ജഗാമ. തുടർന്ന് ദേവർഷിർമേ പ്രിയതമോ യതിമൗദനദാത്മജൗ തത്തദാ സാദയിഷ്യാമി യദ്ഗീതം തന്മഹാത്മനാ. ദേവർഷിർമേ പ്രിയതമോ യതിമൗദനദാത്മജൗ തത്തഥാ സാദയിഷ്യാമി യദ്ഗീതം തന്മഹാത്മനാ. അപ്പോ ആ ദേവർഷിയുടെ വാക്ക് സത്യമാക്കണം എന്ന് പറഞ്ഞല്ലോ. അതിനെക്കുറിച്ച് ഭഗവാന്റെ ചിന്തയെ ശ്രീ ശുകബ്രഹ്മർഷി പറയണം. ദേവർഷി മേ പ്രിയതമഃ. എന്തെന്നാൽ ആ ദേവർഷി നാരദൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്.
അല്ലേ? ഭഗവാന്റെ സന്ദേശം എല്ലായിടത്തും പരത്തിക്കൊണ്ട് നടക്കുന്ന, ഭഗവാനിൽ ഭക്തി ജനിപ്പിക്കുന്ന ഒരു ഭഗവാന്റെ സ്വന്തം മിഷണറിയാണ് നാരദൻ. അപ്പൊ നാരദനേക്കാൾ ഇഷ്ടമുള്ള ഒരാളുണ്ടാവുമോ ഭഗവാന്? ഇപ്പൊ ഭഗവാൻ ഗീതയില് അവസാനം പറയുന്നുണ്ട് അർജുനനോട്, അർജുന, ഞാൻ നിനക്ക് ഉപദേശിച്ചതായിട്ടുള്ള ഈ ഗീതയുണ്ടല്ലോ, ഇത് മുഴുവൻ ആരാണോ എൻ്റെ ഭക്തന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അവരാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ. അവരെക്കാൾ പ്രിയതമനായിട്ട് എനിക്ക് ഈ ലോകത്തിൽ ആരുമില്ല. ഭഗവാന്റെ സന്ദേശം ലോകത്തിലേക്ക് പ്രചരിപ്പിക്കുന്ന ആളുകളിൽ ഭഗവാനുള്ള പ്രേമം, വാത്സല്യം, അവനേക്കാൾ പ്രിയപ്പെട്ടതായിട്ട് ആരുമില്ല എന്ന് ഭഗവാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഭഗവാന്റെ വാക്ക് സത്യമാവണ്ടേ? അപ്പൊ തൻ്റെ ഏറ്റവും നല്ല മിഷണറി, തൻ്റെ സന്ദേശങ്ങൾ ലോകത്തിൽ മുഴുവൻ പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ആള് നാരദ മഹർഷിയാണ്. ബാക്കിയുള്ളവരൊക്കെ ചെറിയ തോതിൽ പ്രചരിപ്പിക്കുന്നു, അല്ലേ? ഓരോ ഋഷീശ്വരന്മാരും അവരവരുടെ പരിതസ്ഥിതിയിൽ ചുറ്റും നടന്നുകൊണ്ട് സഞ്ചരിച്ച് അനുഗ്രഹിക്കുന്നവരുണ്ട്. ചിലർ ഇരുന്നിടത്തിരുന്നുകൊണ്ട് അടുത്തു വരുന്ന ഭക്തന്മാരെ അനുഗ്രഹിക്കുന്നവരുണ്ട്, അവർക്ക് പറഞ്ഞു കൊടുക്കുന്നവരുണ്ട്. എല്ലാ കാലത്തും ഇതുപോലെയുള്ള ആളുകളുണ്ട്. അപ്പൊ അതിലൊക്കെ വെച്ച് ഏറ്റവും വ്യഗ്രതയോടെ ഭക്തരെ അനുഗ്രഹിക്കാനായി എപ്പോഴും ഒരിടത്തും നിൽക്കാതെ വിശ്രമമില്ലാതെ ഓടി നടക്കുന്നവൻ, ദക്ഷശാപം കൊണ്ട് ഇഷ്ടം പോലെ സഞ്ചരിക്കാനായിട്ട് ലൈസൻസ് കിട്ടിയ ആള്, അല്ലേ? എവിടെയും നിൽക്കാതെ പോകട്ടെ എന്നാണ് ദക്ഷൻ ശപിച്ചത്. അത് അദ്ദേഹത്തിന് ഏറ്റവും അനുഗ്രഹമായി പോയി. അദ്ദേഹത്തിന് ഒരു പ്രത്യേക വാസസ്ഥാനത്ത് സ്ഥിരമായിട്ട് തമ്പടിച്ച് കൂടാൻ ഇഷ്ടമില്ല, ഒരിടത്തും സംഘമില്ല. എവിടെയാണോ ഭക്തന്മാർക്ക് തന്റെ ആവശ്യമുള്ളത്, ആരെയാണോ അനുഗ്രഹിക്കേണ്ടത്, അവിടേക്ക് പാഞ്ഞെത്തും. അങ്ങനെയുള്ള ആ ദേവർഷിയോടാണ് ഭഗവാന് ഏറ്റവും പ്രിയം. അതുകൊണ്ട് ദേവർഷി മേ പ്രിയതമഃ. അപ്പൊ നിങ്ങൾക്കൊക്കെ ഭഗവാന്റെ പ്രിയതമന്മാരാവണമെങ്കിൽ ഇതുപോലെ വല്ലതൊക്കെ ചെയ്യണം. പഠിച്ചത് മുഴുവൻ വിഴുങ്ങിയിട്ട് ഒറ്റയ്ക്ക് അനുഭവിച്ചിരുന്നാൽ പോരാ, അല്ലേ? മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ച് അവരെയും കൂടി അനുഗ്രഹിക്കണം. നമുക്കറിയാവുന്ന കാര്യങ്ങൾ പരമാവധി നമ്മുടെ കഴിവ് വെച്ചിട്ട് നമ്മളെ ചുറ്റുമുള്ള ആളുകൾക്കെങ്കിലും പറഞ്ഞു കൊടുക്കണം. ഓരോരുത്തരും നമ്മളിത് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങും തോറും കഴിവ് കൂടി വരും. നമുക്ക് ആദ്യത്തെ ഒരു മടിയേ ഉണ്ടാവുള്ളൂ, സ്റ്റാർട്ടിങ് ട്രബിളേ ഉണ്ടാവുള്ളൂ. തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതൊരു ഉത്സാഹമായി, ആവേശമായി മാറും, ഒരു പാഷനായിട്ട് മാറും. ഒന്ന് തുടങ്ങി നോക്കൂ, പിന്നെ പിടിച്ചാൽ കിട്ടില്ല. അത് അവനവൻ ആസ്വദിക്കുകയും വേണം. ചെയ്യുന്ന പ്രവൃത്തി അവനവൻ ആസ്വദിച്ചുകൊണ്ട് ആത്മാർത്ഥമായി നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കുന്നു അതിൽ നമുക്ക് നല്ല പൂർണ്ണ ബോധ്യവും വേണം. അപ്പോഴേ ആ ശബ്ദത്തിന് ആ ഒരു കൺവിക്ഷൻ മറ്റുള്ളവരിലും ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ഉള്ളിൽ കൺവിക്ഷൻ ഉണ്ടായിരിക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സ്വയം സ്വാധ്യായം ചെയ്യണം, നല്ലതുപോലെ പ്രിപ്പയർ ചെയ്യണം എപ്പോഴും. അപ്പം എന്താവും, അതൊരു മനനമായി മാറും. നല്ല മനനം നടക്കും. മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും മനനം ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ മറ്റൊരാളിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് കേട്ട് സുഖിച്ചങ്ങനെ ചിലപ്പോൾ വിട്ടുപോകും, അത് മറന്നുപോകും. മറിച്ച് പറഞ്ഞു കൊടുക്കാനായിട്ട് നമ്മൾ കുറച്ചുകൂടി ഒന്ന് മെന്റലി ചിന്തിക്കും, പ്രിപ്പയർഡ് ആവും. ചില കാര്യങ്ങൾ നമുക്ക് ദഹിക്കാത്തത് അപ്പോൾ ഒന്നുകൂടെ നമ്മൾ എന്നിട്ട് നോക്കി ദഹിപ്പിക്കും. അങ്ങനെ അതൊരു ശീലമായി മാറിയാൽ ആനന്ദമായി മാറും. പിന്നെ വേറൊന്നും വേണ്ട. അപ്പൊ നിങ്ങളെല്ലാവരും ഓരോ നാരദന്മാരാവട്ടെ, നാരദ മഹർഷിയുടെ ചെറിയ ചെറിയ ബ്രാഞ്ചുകളായിട്ട് മാറട്ടെ. ലോകത്തിലേക്ക് ഭഗവാനെ കുറിച്ചിട്ടുള്ള സന്ദേശം പ്രചരിപ്പിക്കുന്ന നാരദ മഹർഷിയുടെ ശിഷ്യഗണങ്ങളായിട്ട് മാറട്ടെ. ഇതെന്തായാലും ഭഗവാന് പ്രിയപ്പെട്ടവരാവാനുള്ള എളുപ്പ വഴിയാണ്. അങ്ങനെ ദേവർഷി മേ പ്രിയതമഃ ഇമൗ ധനദാത്മജൗ. ഇമൗ ധനദാത്മജൗ, ഇവരാകട്ടെ ധനദാത്മജന്മാരാണ്. ഈ രണ്ടുപേര് എന്റെ പ്രിയപ്പെട്ട കുബേരന്റെ മക്കളാണ്.
ആ കുബേരന്റെ മക്കളായി ജനിച്ച് എന്തോ അബദ്ധം പറ്റിയതാണ് അവർക്ക്. അല്പം അഹങ്കാരം വന്നുപോയി. അതിന്റെ നിമിത്തമായിട്ട് ഇപ്പൊ സ്ഥാവരതയെ പ്രാപിച്ചിരിക്കുന്നു. അവരെ സ്ഥിരമായിട്ട് ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, അവരെ രക്ഷിക്കണം എന്നുള്ള കാരുണ്യം ഭഗവാന്റെ ഉള്ളില്. ഈ ധനതാത്മജന്മാരെ അനുഗ്രഹിക്കണം. അതുകൊണ്ട് തത് മഹാത്മനാ യദ് ഗീതം തത് തഥാ സാധയിഷ്യാമി. മഹാത്മനാ യദ് ഗീതം, മഹാത്മനാ നാരദേന, ആ മഹാത്മാവായ നാരദനാൽ യദ് ഗീതം, എന്തെന്നാണോ ഗാനം ചെയ്യപ്പെട്ടത്, അദ്ദേഹത്തിന്റെ ഗാനമായിട്ടാണല്ലോ വർണ്ണിച്ചത്, ശാപമല്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ആ വാക്കുകളെല്ലാം തന്നെ സത്യമാക്കി തീർക്കണം. തത്തതാ സാധയിഷ്യാമി, അതങ്ങനെ തന്നെ ഞാൻ സാധിപ്പിക്കും എന്ന് ഭഗവാൻ സങ്കല്പിച്ചു. എന്നിട്ട് എന്ത് ചെയ്യുന്നു എന്ന് പറയണം. അപ്പോ ഭഗവാന്റെ ഭക്തന്മാർ പറയുന്ന വാക്കുകളെ സത്യമാക്കി തീർക്കുക എന്നുള്ളത് ഭഗവാന്റെ കൂടി ആവശ്യമാണ്. കാരണം അവരിൽ ലോകത്തിന് വിശ്വാസം ഉണ്ടാവണം. അവരിൽ വിശ്വാസം ഉണ്ടായാലേ ഈ ലോകത്ത് ധർമ്മം നിലനിൽക്കുള്ളൂ. അതിനുവേണ്ടി ഇത്യന്തരേണാർജുനയോഃ കൃഷ്ണസ്തു യമയോർയജൗ ആത്മനിർവേശമാത്രേണ തിര്യഗതം ഉലൂഖലം. ഇത്യന്തരേണാർജുനയോഃ കൃഷ്ണസ്തു യമയോർയജൗ ആത്മനിർവേശമാത്രേണ തിര്യഗതം ഉലൂഖലം. ഇങ്ങനെ ചിന്തിച്ച ഇതി കൃഷ്ണഃ തു, കൃഷ്ണനാവട്ടെ ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാന്റെ പേര് തന്നെ കൃഷ്ണൻ. അപ്പൊ ഇപ്പൊ ഒരു കൃഷ്ണപ്പണിയാണ് എടുക്കുന്നത്. എന്താണ്? ആകർഷിച്ചുകൊണ്ട് വലിച്ചുകൊണ്ട് നടക്കണം. എന്തിനെ? ഉരലിനെ വലിച്ചുകൊണ്ട് നടക്കുന്ന കൃഷ്ണൻ. ആ കൃഷ്ണൻ യമയോഹോ അർജുനയോഹോ അന്തരേണ യയൗ. യമയോഹോ എന്ന് പറഞ്ഞാൽ ട്വിൻസ് എന്നർത്ഥമാണ്. യമൻ, യമൗ. യമൗ എന്ന് പറഞ്ഞാല് ട്വിൻസ്, ഇരട്ടകൾ. യമയോഹോ, ഇരട്ടകളായിരിക്കുന്ന അവരുടെ, അർജുനയോഹോ, ആ അർജുന വൃക്ഷങ്ങളുടെ, രണ്ടും ഒരുപോലെ ഇരിക്കുന്ന രണ്ട് അർജുന വൃക്ഷങ്ങളുടെ, മരുതുമരങ്ങളുടെ അന്തരേണ യയൗ, ഇടയിലൂടെ പ്രവേശിച്ചു, യാനം ചെയ്തു. ഭഗവാൻ ഇടയിൽ തന്നെ കടന്നു പോവുകയാണ്. അങ്ങനെ ഭഗവാൻ പ്രവേശിച്ച മാത്രേണ, ആത്മനിർവേശ മാത്രേണ ഉലൂകലം തിര്യഗതം. ആത്മനിർവേശ മാത്രേണ ഭഗവാൻ അങ്ങോട്ട് മുന്നോട്ട് കടന്നു. ഭഗവാൻ മുന്നോട്ട് കടന്നു. പക്ഷെ ഉലൂകലം തിര്യഗതം, ഉലൂകലം തിരശ്ചീനമായി വിലങ്ങനെയായി തീർന്നു. ഒരല് ആ മരത്തിന്റെ കുറുകയായി തീർന്നു. കയറും ഭഗവാനും അപ്പുറത്തേക്ക് കടന്നു. ഇപ്പൊ ഭഗവാൻ അങ്ങോട്ട് സഞ്ചരിക്കുമ്പോൾ തടസ്സം നേരിട്ടതുപോലെ ഉലൂകലം തടഞ്ഞു നിൽക്കുകയാണ്. ഭഗവാൻ എന്ത് ചെയ്യും? ഉടനെ തന്നെ ആ ഉലൂകലത്തെ ഒന്ന് വലിക്കും. ഇവിടെ സർവശക്തനായിട്ടുള്ള ഭഗവാൻ അത്ര വലിയ പ്രയാസമൊന്നുമില്ലത്. ഭഗവാൻ കൂളായിട്ട് തന്നെ അങ്ങോട്ട് പോകും, മുട്ടുകുത്തി പോകും. പക്ഷെ ഭഗവാന്റെ ആ സഞ്ചാര വേഗം കൊണ്ട് ഈ ഉരല് ഈ മരത്തിൽ തടഞ്ഞ് ആ മരത്തിനെ മറിച്ചിടുന്ന രംഗമാണ് അടുത്ത ശ്ലോകം. ബാലേന നിഷ്കർഷയതാന്വപുലൂകലം തത് ദാമോദരേണ തരസോൽകലിതാംഗ്രിബന്ധൗ നിഷ്പേദദുഃ പരമവിക്രമിതാദിവേപസ്കന്ദ പ്രവാളവിടഭൗ കൃതചണ്ഡശബ്ദൗ. ബാലേന നിഷ്കർഷയതാന്വപുലൂകലം തദ്ദാമോദരേണ തരസോത്കലിതാംഗ്രിബന്ധൗ നിഷ്പേദദു പരമവിക്രമിതാദിവേപസ്കന്ദ പ്രവാളവിടഭൗ കൃതചണ്ഡശബ്ദൗ. അപ്പോ ബാലേന നിഷ്കർഷയത അന്വത് ഉലൂകലം തദ്ദാമോദരേണ തരസാ ഉൽക്കലിത അംഗ്രിബന്ധൗ. ഇപ്പൊ ഇവിടെ ബാലൻ, ഏത് ബാലൻ? ദാമോദരേണ ബാലേന. ദാമോദരനാണ് ഇവിടെ. ഉദരത്തിൽ ദാമത്തോടു കൂടിയവൻ അല്ലെ? ഇവിടെയാണ് ദാമോദര ശബ്ദം പ്രയോഗിച്ചിരിക്കുന്നത്. ഇതുവരെ കഥ പറഞ്ഞപ്പോ എവിടെയും ദാമോദര ശബ്ദം പ്രയോഗിച്ചതായിട്ട് കണ്ടില്ല. എന്തായാലും ആ ദാമോദരൻ എന്നുള്ള പ്രയോഗം ഇവിടെ ശ്രീ ശുക ബ്രഹ്മർഷി ചെയ്തു. ഭഗവാന് നാമധേയം. അപ്പോ എന്താണ്? ഉരലിൽ തന്റെ ഉടലോട് ചേർത്ത്, തന്റെ ഉദരത്തോട് ചേർത്ത് വയറിൽ മറ്റേ കയർ കെട്ടിയിരിക്കുന്നത് കൊണ്ട്
ഉദരത്തിൽ ദാമമുള്ളവൻ, ദാമം യസ്യ ഉദരേ, ആരുടെ ഉദരത്തിലാണോ കയറുള്ളത് എന്നുള്ള അർത്ഥത്തിൽ ദാമോദരൻ എന്ന പേര്. വാസ്തവത്തിൽ ആരാണ് ഭഗവാൻ? അഖില ലോകങ്ങളെയും തൻ്റെ ഉള്ളിൽ ദമിച്ചിരിക്കുന്നവനാണ്, ആ മഹാപുരുഷനാണ്. ആ അർത്ഥത്തിലാണ് നമ്മൾ ദാമോദരൻ എന്ന് ചിന്തിക്കേണ്ടത്. ദാമോദര ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ അരയിൽ കയറ് കെട്ടിയവൻ നല്ല ചിന്തിക്കേണ്ടത്. പിന്നെയോ ലോകങ്ങളെ മുഴുവൻ തൻ്റെ അരയിൽ, തൻ്റെ ഉദരത്തിൽ ബന്ധിച്ചിരിക്കുന്നവൻ, എല്ലാറ്റിനെയും അടക്കി നിർത്തിയിരിക്കുന്നവൻ. അപ്പോൾ അങ്ങനെയുള്ള ബാലേന ദാമോദരേണ, ബാലഭാവത്തിലുള്ള ദാമോദരനാൽ നിഷ്കർഷയത എന്ന് പറഞ്ഞാൽ എന്തിനെ? തതുലൂകലം, ആ ഉലൂകലത്തെ, ഉരലിനെ നിഷ്കർഷയത എന്ന് പറഞ്ഞാൽ നിഷ്കർഷ ചെയ്യുന്നവനാൽ എന്നർത്ഥം. കർഷിക്കുക എന്ന് പറഞ്ഞാൽ വലിക്കുക, വലിച്ചഴയ്ക്കുക. നിതരാം കർഷയതീതി നിഷ്കർഷ, നന്നായി വലിച്ചഴയ്ക്കലാണ് നിഷ്കർഷ. നമ്മൾ പല കാര്യത്തിലും പ്രയോഗിക്കാറുള്ള വാക്കാണ് നിഷ്കർഷിച്ചു എന്ന് പറഞ്ഞാലോ. നിഷ്കർഷിക്കുക എന്ന് പറഞ്ഞാൽ ബലം പ്രയോഗിച്ച് വലിച്ചഴച്ചു ഒരു കാര്യത്തിലേക്ക് നമ്മളെ എന്നർത്ഥം, നിർബന്ധപൂർവം പറഞ്ഞു എന്നർത്ഥം. യു മസ്റ്റ് ഡു എന്ന് നമ്മളെ നിർബന്ധിക്കലാണ്, വലിച്ചഴയ്ക്കലാണ്, ആ കർത്തവ്യത്തിലേക്ക് നമ്മളെ വലിച്ചഴയ്ക്കലാണ് നിഷ്കർഷ. ഇവിടെ നിഷ്കർഷ ചെയ്യുന്നവനാൽ എന്നുള്ള അർത്ഥത്തിലാണ് നിഷ്കർഷയത എന്ന്. അപ്പോ ആ ഉലൂകലം തത് എന്തായി? അത് അന്വക്ക് എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥത്തിൽ പറയാം. തിരശ്ചീനമായി കിടക്കുന്നത്, വിലങ്ങത്തിൽ കിടക്കുന്നത് എന്നും, പിന്നിലൂടെ ഗമിക്കുന്നത് എന്നും, അനുഗമിക്കുന്നത്, തൻ്റെ പുറകെ വരുന്നതായിട്ടുള്ള, ആ വിലങ്ങനെ വരുന്നതായിട്ടുള്ള ആ ഉലൂകലം അതെന്തായി? ദാമോദരേണ ഉത്കലിതാംഗ്രി ബന്ധൗ കൃതചണ്ഡശബ്ദൗ പരമവിക്രമിത അതിവേപസ്കന്ധ പ്രവാള വിടഭൗ നിഷ്പേദതു. ആ വൃക്ഷങ്ങൾ രണ്ടും നിഷ്പേദതു നിതരാം പേദതു, രണ്ട് വൃക്ഷങ്ങളും പതിച്ചു എന്നാണ്. രണ്ട് വൃക്ഷങ്ങളായതുകൊണ്ട് നിഷ്പേദതു, പേദതു എന്നുള്ളത് ദ്വിവചനമാണ്. നന്നായി വീണു ആ രണ്ട് വൃക്ഷങ്ങൾ. അപ്പൊ വൃക്ഷങ്ങളെ വിശേഷിപ്പിക്കുന്ന പദങ്ങളാണ് എന്തൊക്കെയാ പറഞ്ഞത്? ഉത്കലിതാംഗ്രി ബന്ധൗ, ഉത്കലിതം മുകളിലേക്ക് പൊങ്ങിയതായിട്ടുള്ള അംഗ്രിബന്ധം. അംഗ്രി എന്ന് പറഞ്ഞാൽ വൃക്ഷങ്ങളുടെ അംഗ്രി എന്താണ്? വേര്. അപ്പൊ വേരിന്റെ ബന്ധങ്ങളെല്ലാം ഭൂമിയിൽ നിന്ന് പൊങ്ങി അങ്ങോട്ട് പോന്നു. നല്ല വലിയ കാറ്റടിച്ചാലൊക്കെ വലിയ മരങ്ങൾ പുഴങ്ങുന്നത് കണ്ടിട്ടില്ലേ? നമ്മളെ വേരൊക്കെ മുകളിലോട്ട് പൊങ്ങി വരും. അപ്പൊ അതുപോലെ വേരോടുകൂടെ പുഴങ്ങി, അതാണ് ഉത്കലിത അംഗ്രിബന്ധത്തോടുകൂടി. അപ്പോൾ ശരിക്കും ബന്ധിച്ചിരിക്കുന്നത് ഈ വേരുകളാണ്. വൃക്ഷങ്ങളുടെ വേരുകളാണ് ഏറ്റവും പ്രധാനം. ശാഖകളോ തടിയോ ഒന്നുമല്ല, അതിനെ താഴേക്ക് ബന്ധിച്ചിരിക്കുന്നത് അതിന്റെ വേരുകളാണ്. ആ വേരുകൾ ഇവിടെ ബന്ധനം വിട്ട് മുകളിലോട്ട് പൊങ്ങി. ഉത്കലിത അംഗ്രിബന്ധവും കൃതചണ്ഡ ശബ്ദവും, അതിഭയങ്കരമായിട്ടുള്ള ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട്. എന്നാൽ ഈ ശബ്ദം പിന്നീട് ഗോകുലത്തിൽ മുഴുവൻ കേൾക്കുന്നുള്ളൂ. അത് ഭഗവാന്റെ ഇച്ഛ, ഭഗവാന്റെ സങ്കല്പം. ചണ്ഡശബ്ദമുണ്ട്, ഭയങ്കരമായിട്ടുള്ള ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട്. കാരണം രണ്ട് വലിയ വൻ വൃക്ഷങ്ങളാണ്, എത്രയോ 36,500 വർഷങ്ങളായി നിൽക്കുന്ന വലിയ വൃക്ഷങ്ങളാണ്. അപ്പൊ അത് വീഴുമ്പോൾ വലിയ ശബ്ദം ഉണ്ടാവും. തീർച്ചയായിട്ടും ആ ചണ്ഡശബ്ദത്തോട് കൂടിയിട്ട് പരമവിക്രമിത അതിവേപ സ്കന്ധ പ്രവാള വിടപൗ. പരമവിക്രമിതം എന്ന് പറഞ്ഞാൽ പരമന്റെ വിക്രമിതം, പരമനായ ഭഗവാന്റെ വിക്രമം എന്ന് പറഞ്ഞാൽ സഞ്ചാരം തന്നെയാണ്, കാൽവെപ്പാണ്. ഇവിടെ അദ്ദേഹം മുട്ടുകുത്തിയാണോ നടന്നുകൊണ്ടാണോ എന്തായാലും അദ്ദേഹം ക്രമിക്കുന്നു. അപ്പൊ പരമന്റെ വിക്രമം ഹേതുവായിട്ട് അതിവേപ, നല്ലതുപോലെ ഇളകുന്ന, അപ്പൊ മരം നിന്ന് കാറ്റത്ത് ആടും പോലെ നിന്ന് ആടുന്നുണ്ട്. അത് വീഴുകയല്ലേ, വീഴുന്ന വീഴ്ചയില് ഗംഭീരമായിട്ട് വേപമുണ്ട്. അത് എന്തൊക്കെയാ? സ്കന്ധം, പ്രവാളം, വിടവം എല്ലാം. സ്കന്ധം എന്ന് പറഞ്ഞാൽ മുഖ്യമായിട്ടുള്ള തടി, അതുപോലെ പ്രവാളം എന്ന് പറഞ്ഞാൽ അതിലുള്ള ഇലകളും തളിരുകളും എല്ലാം, അതുപോലെ വിടവം എന്ന് പറഞ്ഞാൽ ശാഖകളും കൊമ്പുകളും. അപ്പൊ കൊമ്പുകളും തടികളും ഇലകളും എല്ലാം ആടി ഉലഞ്ഞുകൊണ്ട് മറിഞ്ഞു വീഴുകയാണ്. നിഷ്പേദതു നിതരാം പേദതു, നന്നായി പതിച്ചു. അപ്പോൾ ഭഗവാന്റെ പരമനായിട്ടുള്ള ഭഗവാന്റെ
പ്രവേശമാത്രേണ തന്നെ അത് മറിയുന്നുണ്ട്. ഭഗവാൻ അതിനുവേണ്ടി പ്രത്യേക എഫർട്ട് എടുത്തു എന്നൊന്നും ഇവിടെ പറയുന്നില്ല. താൻ ഒന്നുകൂടെ ഒന്ന് ആഞ്ഞു വലിച്ചു എന്ന് പറയേണ്ട ആവശ്യമില്ല. ഭഗവാൻ ഒന്ന് ആഞ്ഞു വലിക്കേണ്ട ആവശ്യമില്ല. ഭഗവാന്റെ സങ്കല്പം മതി. ഇവിടെ ഭഗവാൻ ഒരു നിമിത്തമായിട്ട് താൻ അതിൻ്റെ ഇടയിൽ കൂടെ പോവുകയാണ്, മറ്റുള്ളവർക്ക് കാണിക്കാൻ വേണ്ടി, ഒരു കഥ പറയാൻ വേണ്ടി. ഇങ്ങനെയാണ് ആ മരം മറിഞ്ഞത്. എങ്ങനെയാ മറിഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ തന്നെ മറിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് വേറെന്തെങ്കിലും കാരണമാവും. അപ്പൊ അതിന്റെ കർത്താവ് ഭഗവാൻ തന്നെയാണ്. എന്നാൽ ഭഗവാൻ ഒന്നും പ്രത്യേകിച്ച് ചെയ്തിട്ടുമില്ല. ഭഗവാന്റെ എല്ലാ കർമ്മങ്ങളും ഇങ്ങനെ തന്നെയാണ്, അല്ലേ? പ്രത്യേകിച്ചൊന്നും അതിനുവേണ്ടി പ്രയത്നം ചെയ്യുന്നില്ല, എഫർട്ട് എടുക്കുന്നില്ല. ഭഗവാന്റെ ആ ഒരു സങ്കല്പം കൊണ്ട്, സാന്നിധ്യം കൊണ്ട് അതങ്ങോട്ട് നടന്നു പോകണം. ഭഗവാൻ അതിൽ യാതൊരു കർത്തൃത്വവും ഇല്ല. അപ്പൊ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് മറ്റില്ല. ഭഗവാൻ അതിന്റെ ഇടയിൽ കൂടെ ഒരലും വലിച്ചുകൊണ്ടൊന്നും നീങ്ങി. ആ ഒരല് ഭഗവാൻ എന്താ അഖിലാണ്ടകോടി ബ്രഹ്മാണ്ട നായകനാണ്. ആ ഭഗവാന്റെ ഉള്ളിലുള്ള ശക്തി അത് എത്രയാ അനന്തമായിട്ടുള്ള ശക്തിയാണ്. അപ്പൊ അതിന്റെ ഒരു സൂചന എന്ന പോലെ എഫർട്ട്ലെസ് ആയിട്ടാണ് ഭഗവാന്റെ ആ ഒരു അരയിൽ കെട്ടിയിരുന്ന ഉരലിന്റെ സ്പർശമാത്രേണ തന്നെ ആ വൃക്ഷങ്ങൾ മറിഞ്ഞു വീഴുന്നത്. ആ വൃക്ഷത്തെ സംബന്ധിച്ച് വലിയ ആഘാതമുണ്ടായിട്ടുണ്ടാവും. ഭഗവാനെ സംബന്ധിച്ച് അതിൽ വലിയ പ്രയത്നമൊന്നും ഇല്ല. അത് ഭഗവാന്റെ അപ്രമേയത്വത്തെ, അനന്തതയെ സൂചിപ്പിക്കുന്നതാണ്. നമ്മൾക്കൊരു ഉറുമ്പിനെ കൊല്ലാൻ വലിയ ഒലക്കയൊക്കെ എടുത്തുകൊണ്ട് വരേണ്ട കാര്യമുണ്ടോ? അല്ലേ? ഉറുമ്പോ ഈച്ചയൊക്കെ ആണെങ്കിൽ നിസ്സാരമായിട്ട് തേച്ച് കൊല്ലാം. വലിയ പ്രയാസമൊന്നുമില്ല, വലിയ അധ്വാനമൊന്നുമില്ല. വലിയ ആയുധങ്ങൾ, വാളെടുത്തിട്ട് വരൂ, വില്ലെടുത്തിട്ട് വരൂ എന്നൊന്നും ആരും പറയില്ല. അത്രയും നിസ്സാരം. അപ്പൊ അതുപോലെ ഹനുമാൻ സ്വാമി ആ ലങ്കയിലേക്ക് ചാടിയത് അല്ലെ, ഉല്ലംഘ്യ സിന്ധോ സലിലം സലീലം, ലീലയായിട്ട് ആ സമുദ്രജലത്തെ അദ്ദേഹം തരണം ചെയ്തു, നിസ്സാരമായിട്ട്. അദ്ദേഹം ഒന്ന് നല്ലോണം കുതിച്ചിരുന്നെങ്കിൽ ലങ്കയുടെ അപ്പുറത്ത് പോയി ചാടിയിട്ടുണ്ടാവും. ഒന്ന് മനസ്സിരുത്തി ഒന്നുകൂടെ കുതിച്ചതാണെങ്കിൽ അദ്ദേഹം ത്രികൂടാചലവും കടന്ന് ലങ്കയ്ക്കൊക്കെ അപ്പുറത്ത് പോയിട്ട് ചാടിയിട്ടുണ്ടാവും. അപ്പൊ അദ്ദേഹം കൂളായിട്ട് ചാടിയത് കൊണ്ടാണ് ഉദ്ദേശിച്ച ലക്ഷ്യത്തിൽ എത്തിയത്. അപ്പൊ എന്തായാലും ആ വൃക്ഷങ്ങൾ രണ്ടും പതിച്ചു. ഭഗവാന്റെ ആ കാരുണ്യം ഈ ഒരു ലീലയായിട്ട് പ്രകടിപ്പിച്ചു. ആ രണ്ട് വൃക്ഷങ്ങളൊക്കെ ഭയങ്കര ചണ്ട ശബ്ദത്തോടെ ഇലകളും കൊമ്പുകളും വൃക്ഷ തണ്ടുമെല്ലാം ആടി ഒലഞ്ഞുകൊണ്ട് മറിഞ്ഞു വീണു, വേരോടുകൂടി പുഴങ്ങി വീണു. എന്നുവെച്ചാൽ അവരുടെ കർമ്മബന്ധനങ്ങൾ മുഴുവൻ തീർന്നു എന്നുള്ള മാതിരിയാണ് ആ വേരോടുകൂടി പുഴങ്ങി എന്നർത്ഥം. കാരണം ഭഗവാന്റെ ബാലലീലകള് 3-4 വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ഭാഗ്യം ആർക്കാ ലഭിക്കുക? അപ്പൊ അവരുടെ സംസാര വൃക്ഷത്തിന്റെ ഉന്മൂലനം കൂടി ആവാം. ബാലേന നിഷ്കർഷയതാന്മകുലൂകലം തദ്ദാമോദരേണ തരസോൽക്കലിതാംഗ്രിബന്ധൗ നിഷ്പേദദുഃ പരമവിക്രമിതാദിവേഭസ്കന്ദ പ്രവാളവിടഭൗ കൃതചണ്ഡശബ്ദൗ തത്ര ശ്രിയാ പരമയാ കകുബസ്ഫുരന്തൗ സിദ്ധൗ ഉപേത്യ കുജയോരിവ ജാതവേദാഃ കൃഷ്ണം പ്രണമ്യ ശിരസാഖില ലോകനാദം ബദ്ധാഞ്ജലി വിരജസൗ ഇതമൂചതുസ്മാൻ തത്ര ശ്രിയാ പരമയാ കകുബസ്ഫുരന്തൗ സിദ്ധൗ ഉപേത്യ കുജയോരിവ ജാതവേദാഃ കൃഷ്ണം പ്രണമ്യ ശിരസാഖില ലോകനാദം ബദ്ധാഞ്ജലി വിരജസൗ ഇതമൂചതുസ്മാൻ. അപ്പൊ തത്ര ശ്രിയാ പരമയാ കകുബഃ സ്ഫുരന്തൗ സിദ്ധൗ ഉപേത്യ കുജയോരിവ ജാതവേദാഃ. തത്ര അവിടെ ആ വൃക്ഷങ്ങൾ വീണപ്പോൾ ആ സന്ദർഭത്തിൽ അവിടെ പരമയാ ശ്രിയാ കുജയോഹോ ജാതവേദാഃ ഇവ കകുബസ്ഫുരന്തൗ സിദ്ധൗ ഉപേത്യ. ഇവിടെ കുജയോഹോ ജാതവേദാ ഇവ എന്ന് പറയണ്ട. കുജയോഹോ എന്ന് പറഞ്ഞാൽ ഇവിടെ കുജശബ്ദം വൃക്ഷങ്ങൾക്കാണ്. ഭൂമിയിൽ നിന്ന് ജനിച്ചത്, ഭൂരുഹം എന്ന വൃക്ഷങ്ങൾക്ക് പര്യായമുണ്ട്. ഭൂരുഹം ഭൂമിയിൽ രോഹണം ചെയ്തത്, ഭൂമിയിൽ നിന്ന് ജനിച്ചത്. അതിനാണ് കുശബ്ദം ഭൂമി. അപ്പൊ കുജശബ്ദം കൊണ്ട് നമ്മൾ ചൊവ്വാഗ്രഹത്തിനെയും നരകാസുരനെയും ഒക്കെ സൂചിപ്പിക്കും. ഇവിടെ ആരാണ് കുജങ്ങൾ? 2 കുജങ്ങൾ, 2 വൃക്ഷങ്ങൾ ഭൂമിയിൽ നിന്ന് ജാതമായത്, ഭൂരുഹങ്ങൾ എന്നർത്ഥത്തില്. നമ്മളും ഒക്കെ ഒരു കണക്കിന് കുജന്മാർ തന്നെയാണ്.
നമ്മളൊക്കെ ഭൂമിയിലുണ്ടായവർ തന്നെയാണ് അല്ലേ? അപ്പോൾ ഈ ദേഹം ഭൂമിയിൽ നിന്നുണ്ടായതാണ്. നമ്മൾ ഈ ദേഹത്തിൽ അഭിമാനിക്കുമ്പോൾ നമ്മളൊക്കെ കുജന്മാരാണ്. എന്തായാലും ഈ രണ്ട് വൃക്ഷങ്ങളിൽ നിന്ന് കുജയോഹോ ജാതവേദ ഇവ, ജാതവേദസ് എന്ന് പറഞ്ഞാൽ എല്ലാം അറിയുന്ന ആ അഗ്നി, എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുകയും എല്ലാം അറിയുന്നവനും ആയിട്ടുള്ള അഗ്നിയെ പോലെ ജ്വലിക്കുന്നവരായിട്ട്, എങ്ങനെ അവരുടെ പരമയാശ്രിയ പരമമായ കാന്തി കൊണ്ട്, ശോഭ കൊണ്ട്, തത്ര അവര് സ്ഫുരന്തവും, എന്തിനെ സ്ഫുരന്തവും? കകുബഹ സ്ഫുരന്തവും. കകുപ്പുകൾ എന്ന് പറഞ്ഞാൽ ദിക്കുകൾ. കകുപ്പ് ഏകവചനം, കകുബഹ ബഹുവചനം. അപ്പൊ ദിക്കുകളെ, എല്ലാ ദിക്കുകളെയും സ്ഫുരിപ്പിക്കുകയാണ്, പ്രകാശിപ്പിക്കുകയാണ്. ഇവരുടെ ശരീരത്തിൽ നിന്നുള്ള തേജസ് അഗ്നിയിൽ നിന്നുള്ള പ്രകാശം പോലെ ശോഭിക്കുന്നു. അപ്പൊ രണ്ട് വൃക്ഷങ്ങൾ വീണടത്ത് രണ്ട് അഗ്നിജ്വാലകൾ പോലെ പൊങ്ങി വന്നു ഇവര്. തേജസ്വികളായിട്ടുള്ള രണ്ട് മൂർത്തികൾ എന്ന് വെച്ചാൽ അവരുടെ സകല പാപവും കളങ്കവും നീങ്ങി എന്നർത്ഥം. എന്തെങ്കിലും പാപം മുമ്പുണ്ടായിരുന്നത് പോലും പൂർണ്ണമായിട്ട് നീങ്ങി. കാരണം അത്ര ഭാഗ്യവാന്മാരാണ് അവര്. ഭഗവാന്റെ ആ ബാലലീലകൾ കണ്ട് ഭക്തി വർദ്ധിച്ച് വിനയാന്വിതരായവരാണ് അവര്. അതാണ് അങ്ങനെ ആ സിദ്ധന്മാരായിട്ടുള്ളവർ എന്നർത്ഥം. നമ്മുടെ സിദ്ധവും എന്ന് പറഞ്ഞാൽ ആ കുബേരപുത്രന്മാർ, സിദ്ധന്മാർ, യക്ഷന്മാരാണ് അവര്. അവര് ഉപേത്യ, അവിടെ ഭഗവാനെ പ്രാപിച്ച് വിരജസൗ രജോ ഗുണം പോയവർ. അവരുടെ ഉള്ളിലുണ്ടായിരുന്ന എല്ലാ മാലിന്യങ്ങളും പോയി എന്നർത്ഥം. രജസ് എന്ന് പറഞ്ഞാൽ പൊടി, ധൂളി, ഇവിടെ രജോ ഗുണം. അപ്പൊ എല്ലാ മാലിന്യങ്ങളും പാപവും പോയവരായിട്ട് എന്ന് പറഞ്ഞാലോ, രജോ ഗുണം കൊണ്ടാണ് മുമ്പ് മതം വന്നത്, അഹങ്കാരം വന്നത്. ഇപ്പൊ അഹങ്കാരം തീരെ ഇല്ലാതെയായവർ, ഒട്ടും രജോ ഗുണമില്ലാതെ അല്പം പോലും അഹങ്കാരമില്ലാത്തവരായിട്ട് ബദ്ധാഞ്ജലി, രണ്ടുപേര്, ഏകനല്ല, ഏകനാണെങ്കിൽ ബദ്ധാഞ്ജലിഹി എന്ന് പറയും. ദ്വിവചനമായതുകൊണ്ട് ബദ്ധാഞ്ജലി ദീർഘമാണ്. ബദ്ധാഞ്ജലികളായിട്ട് രണ്ടുപേരും അഞ്ജലി ബന്ധം ചെയ്തവരായിട്ട്, തൊഴുകയോടുകൂടിയവരായിട്ട് വിരജസൗ ബദ്ധാഞ്ജലി എന്ത് ചെയ്തു? അഖില ലോകനാഥം കൃഷ്ണം ശിരസാ പ്രണമ്യ. അഖില ലോകത്തിനും നാഥനാണ്. വെറും ഇവിടെ കാണുന്ന കൃഷ്ണനല്ല, നിസ്സാരനായിട്ടുള്ള കൃഷ്ണനല്ല, ദാമോദരനായിട്ടുള്ള കൃഷ്ണനാണ്. ദാമോദരൻ എല്ലാ ഉലകങ്ങളെയും തന്റെ ഉദരത്തിൽ ബന്ധിച്ചിട്ടുള്ള, അടക്കി വെച്ചിട്ടുള്ളതായിട്ടുള്ള, ദമിച്ചിരിക്കുന്നവനായ ദാമോദരനായ അഖില ലോകനാഥനായ കൃഷ്ണനെ ശിരസാ പ്രണമ്യ, ശിരസ്സുകൊണ്ട് വീണ് നമസ്കരിച്ച് സാഷ്ടാംഗം പ്രണമിച്ച് ഇതമൂചതുഹു സ്മ, രണ്ടുപേരും കൂടി ഇപ്രകാരം പറഞ്ഞു അത്രേ. ഊചതുഹ് ദ്വിവചനം. രണ്ടുപേരും കൂടി ഭഗവാനെ നോക്കി ഇങ്ങനെ പറഞ്ഞു. അപ്പോ അവരുടെ അഹങ്കാരം എല്ലാം നശിച്ചിരുന്നു, വിരജസന്മാരായിരുന്നു. വളരെ വിനയാന്വിതരായിക്കൊണ്ട് അവരുടെ പാപമെല്ലാം ക്ഷയിച്ചവരായ അതിതേജസ്വികളായിട്ട് ഭഗവാനെ സ്തുതിക്കുകയാണ്. അവരുടെ ഗംഭീരമായിട്ടുള്ള സ്തുതിയിലൂടെ ഈ ഭഗവാൻ ആരാന്ന് നമുക്കും കാണിച്ചു തരികയാണ്. ദാമോദരൻ ആരാണെന്ന്. എന്താ ദാമോദരൻ? ഉദരത്തിൽ ലോകങ്ങളെ മുഴുവൻ ദമിച്ചവൻ. ആ അർത്ഥത്തിലാണ് അവരുടെ സ്തുതി മുഴുവൻ. അവരുടെ സ്തുതി ഒന്ന് നല്ലോണം മനസ്സിരുത്തി അർത്ഥം ചിന്തിച്ചാല്, ഭഗവാനെ ഈ ലോകങ്ങളുടെ മുഴുവൻ എന്താ പറയുക, സൃഷ്ടികർത്താവും പരിപാലനകർത്താവും സംഹാരകർത്താവും എല്ലാറ്റിനെയും എപ്പോഴും ധരിച്ചുകൊണ്ട് നിൽക്കുന്നവനും അങ്ങ് തന്നെയല്ലേ. അപ്പൊ ആരാ? ഈ ദാമോദരനായി. ഇതാണ് കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ ത്വമാദ്യഃ പുരുഷഃ പരഃ വ്യക്താവ്യക്തമിദം വിശ്വം രൂപം തേ ബ്രാഹ്മണാ വിദുഃ ത്വമേകഃ സർവഭൂതാനാം ദേഹാസ്വാത്മേന്ദ്രിയേശ്വരഃ ത്വമേവ കാലോ ഭഗവാൻ വിഷ്ണുരവ്യയ ഈശ്വരഃ. കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ ത്വമാദ്യഃ പുരുഷഃ പരഃ വ്യക്താവ്യക്തമിദം വിശ്വം രൂപം തേ ബ്രാഹ്മണാ വിദുഃ. ഹേ കൃഷ്ണ കൃഷ്ണ, തന്റെ മുമ്പിൽ നിൽക്കുന്ന, തങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ആ ഭഗവാനെ രണ്ടുപേരും വിളിച്ചു. അതായിരിക്കും രണ്ടു പ്രാവശ്യം കൃഷ്ണ കൃഷ്ണ. എന്തായാലും രണ്ടുപേരും കൂടി സ്തുതിക്കുകയാണ് കൃഷ്ണ കൃഷ്ണ. ഇപ്പോ ഈ രൂപത്തിൽ, വളരെ മനോഹരമായ രൂപത്തിൽ ഗോപാലബാലനായി നിൽക്കുന്ന കൃഷ്ണൻ എന്ന പേരോടുകൂടിയ ഭഗവാനെ
വാസ്തവത്തിൽ അങ്ങാരാണ്? സച്ചിദാനന്ദ ബ്രഹ്മം തന്നെയാണ് കൃഷ്ണൻ എന്ന വാക്കിന്റെ അർത്ഥം. മഹായോഗിൻ, അങ്ങ് സാധാരണക്കാരനല്ല, മഹായോഗിയാണ്, യോഗീശ്വരനാണ്. എല്ലാ യോഗികൾക്കും അനുഗ്രഹം ചെയ്യുന്ന യോഗിയാണ്. എല്ലാ യോഗങ്ങളുടെയും അഥവാ ഈശ്വരപ്രാപ്തിക്കുള്ള ഉപായങ്ങളുടെയും സ്വാമിയാണ് അങ്ങ്, എല്ലാറ്റിൻ്റെയും ഫലദാതാവാണ് അങ്ങ്. അങ്ങനെയുള്ള ഹേ മഹായോഗിൻ, ത്വം ആദ്യ പുരുഷ പരഹ. അപ്പൊ ത്വം പരഹ പുരുഷ ആദ്യ, ത്വം അങ്ങ് പരനായ പുരുഷനാകുന്നു, എല്ലാറ്റിനും അതീതനായ ഏറ്റവും ശ്രേഷ്ഠനായ ഏറ്റവും ആദിയിലുണ്ടായിരുന്ന പുരുഷനാകുന്നു, പൂർണ്ണനാകുന്നു. അങ്ങയിൽ നിന്നാണ് ഈ കാണുന്ന എല്ലാം ഉണ്ടായിട്ടുള്ളത്. അപ്പോ ആദ്യത്വം, അങ്ങാണ് ആദ്യൻ, എല്ലാറ്റിനും കാരണഭൂതൻ. അങ്ങേക്ക് മുമ്പേ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, അങ്ങ് പരൻ. യു ആർ ദ അൾട്ടിമേറ്റ്, യു ആർ ദ ഫസ്റ്റ് വൺ, ഫോർമോസ്റ്റ് വൺ. അങ്ങേക്ക് മുമ്പേ ആരും ഉണ്ടായിരുന്നില്ല എന്ന് സൂചിപ്പിക്കാൻ വെറും ആദ്യ എന്നല്ല, പരഹ എന്നും കൂടി പ്രയോഗം. അപ്പൊ ത്വം ആദ്യ പരഹ പുരുഷ, പൂർണ്ണനായിരുന്നു, പൂർണ്ണനായ പുരുഷനാകുന്നു, ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ആദി കാരണമാകുന്നു അങ്ങ്. ഇതം വ്യക്താവ്യക്തം വിശ്വം തേ രൂപം ഇതി ബ്രാഹ്മണാഹ വിദു. ഇതം വിശ്വം, എങ്ങനെയുള്ള വിശ്വം? വ്യക്താവ്യക്തം വിശ്വം. വ്യക്തമായത് സ്ഥൂലമായത് ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയാൻ കഴിയുന്നത്, അവ്യക്തം സൂക്ഷ്മമായത് ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയാൻ കഴിയാത്തത്. അപ്പൊ അങ്ങനെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള സ്ഥൂലവും സൂക്ഷ്മവുമായുള്ള ഈ വിശ്വം മുഴുവൻ തേ രൂപം, അങ്ങയുടെ വിശ്വരൂപമാകുന്നു. ഇത് മുഴുവൻ അങ്ങാണ്, വിഷ്ണുവാണ് അങ്ങ്, എല്ലാറ്റിലും അങ്ങാണ് നിറഞ്ഞിരിക്കുന്നത്, വാസുദേവനാണ് അങ്ങ്. ഈ വിവരം ആർക്കറിയാം? ബ്രാഹ്മണാഹ വിദുഹു. ഇത് ആർക്കറിയോ അവർ തന്നെയാണ് ബ്രാഹ്മണർ, അല്ലേ? ഈ വിവരം ആർക്ക് നല്ല വ്യക്തമായിട്ട് അറിയാവോ അവർ തന്നെയാണ് ബ്രാഹ്മണൻ, അല്ലെങ്കിൽ അങ്ങനെയുള്ള തത്വം അറിയുന്നവർ, ബ്രഹ്മജ്ഞാനമുള്ളവർ ഇതറിയുന്നു. ഇതറിയാനുള്ള യോഗ്യതകളൊക്കെ നേടിയിട്ടുള്ളവർക്ക് ഇതറിയാം. അറിയുന്നവരറിയുന്നു, അറിവുള്ളവർ അറിയുന്നു. ആ ബുദ്ധിക്കും മനസ്സിനും ഒക്കെ വേണ്ടതായിട്ടുള്ള സംസ്കാരം ലഭിച്ച്, പക്വത ലഭിച്ച്, വേണ്ടത്ര ഉൾക്കൊള്ളാനുള്ള കഴിവ് ലഭിച്ചിട്ടുള്ള ആ സൂക്ഷ്മ ബുദ്ധികളായിട്ടുള്ള ആളുകൾക്ക് അങ്ങയുടെ തത്വം അറിയാം. ഈ വിശ്വം അങ്ങയുടെ രൂപമാകുന്നു. അപ്പൊ വിശ്വത്തിൽ എന്ത് കണ്ടാലും വിഷ്ണവേ നമ, വിശ്വസ്മൈ നമ എന്ന് അവർ കാണുന്നുണ്ട്. വാസുദേവ സർവമിതി. ആ മഹാത്മാക്കളാണ് ഇവിടുത്തെ ബ്രാഹ്മണ ശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു പൂണോലിട്ട ഏതെങ്കിലും ഉപജീവനത്തിന് വേണ്ടി എന്തെങ്കിലും കാട്ടിക്കൂട്ടുന്ന ആളുകളെ അല്ല അവിടെ ഉദ്ദേശിച്ചത്. അപ്പോ ഈ വിശ്വം അങ്ങ് തന്നെയാണ് ഇതിന്റെ എല്ലാം ആദ്യം. എന്നാൽ ആദി കാരണം, ഇതിന്റെ നിമിത്ത കാരണവും ഇതിന്റെ ഉപാദാന കാരണവും അങ്ങ് തന്നെയാണ്. മെറ്റീരിയൽ മുഴുവൻ അങ്ങയിൽ നിന്നാണ്, അതിന്റെ ഇന്റലിജൻസ് മുഴുവൻ അങ്ങയുടേതാണ്. ഈ ആകാരത്തിൽ ഇരിക്കുന്നത് അങ്ങ് തന്നെയാണ്. അങ്ങയിൽ നിന്ന് ഭിന്നമായിട്ട് വേറൊരു കാരണമേ ഇല്ല. അപ്പൊ ഈ വിശ്വം അങ്ങ് തന്നെയല്ലേ? അതാണ് സൂചിപ്പിച്ചത്. അതുകൊണ്ട് അങ്ങ് ഈ ലോകത്തിന്റെ മുഴുവൻ ആധാരഭൂതനായ വിശ്വനാഥൻ, ഞങ്ങളെ അനുഗ്രഹിക്കാൻ യോഗ്യനായിരിക്കുന്നവൻ, ഞങ്ങളോ അങ്ങയെ പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള അങ്ങയുടെ ഭക്തന്മാർ, വിധേയന്മാർ, ഭൃത്യന്മാർ. ഞങ്ങള് ശപിക്കപ്പെട്ട് സ്ഥാവരാവസ്ഥയെ പ്രാപിച്ചിരുന്നു, അതിൽ നിന്ന് ഇപ്പൊ അങ്ങ് കരുണ കൊണ്ട് മോചിപ്പിച്ചു എന്ന് താല്പര്യം. കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ ത്വമാദ്യഃ പുരുഷഃ പരഃ വ്യക്താവ്യക്തമിദം വിശ്വം രൂപം തേ ബ്രാഹ്മണാ വിദുഃ ത്വമേകഃ സർവഭൂതാനാം ദേഹാസ്വാത്മേന്ദ്രിയേശ്വരഃ ത്വമേവ കാലോ ഭഗവാൻ വിഷ്ണുരവ്യയ ഈശ്വരഃ ത്വം ഏകഃ സർവഭൂതാനാം ദേഹ അസു ആത്മാ ഇന്ദ്രിയ ഈശ്വരഃ. പദത്തില് എന്തൊക്കെയുണ്ട്? ദേഹമുണ്ട്, അസുണ്ട്, ആത്മാവുണ്ട്, ഇന്ദ്രിയമുണ്ട്. ഇതിന്റെയൊക്കെ ഈശ്വര. അപ്പൊ ത്വം ഏകഃ, അങ്ങ് ഒരുവൻ മാത്രമാണ് ഇതിന്റെയൊക്കെ ഉടമസ്ഥൻ, അല്ലെ? വേറൊരു പാർട്ട്ണർ ഇല്ല, സോൾ പ്രൊപ്പറൈറ്ററാണ് അങ്ങ്. ത്വം ഏകഃ സർവഭൂതാന, സകല ഭൂതങ്ങളുടെ ഉണ്ടായിട്ടുള്ള സകല ചരാചരങ്ങളുടെയും ദേഹ അസു ആത്മാ
ഇന്ദ്രിയ ഈശ്വര. ഈശ്വര നിയന്ത. അപ്പൊ ദേഹേശ്വര അല്ലെ, പ്രാണേശ്വര, അഹങ്കാരേശ്വര, ഇന്ദ്രിയേശ്വര. ദേഹശബ്ദം കൊണ്ട് ദേഹത്തെ നിയന്ത്രിക്കുന്നവൻ ഭഗവാൻ തന്നെയാണ്. അസു അഥവാ പ്രാണങ്ങളെ നിയന്ത്രിക്കുന്നവൻ ഭഗവാൻ തന്നെയാണ്. പ്രാണം വെറും ജഡമാണ്, ദേഹം ജഡമാണ്. ആത്മാ എന്നുള്ളത് ഇവിടെ അഹങ്കാര തത്വത്തെ സൂചിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ മനസ്സ് എന്നും എടുക്കാം. അതിനൊക്കെ നിയന്താവ് ഈശ്വരൻ അങ്ങ് തന്നെയാണ്. ഇന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും, കണ്ണിന് കാഴ്ച തരുന്നതും കാതിനെ പ്രവർത്തിപ്പിക്കുന്നതും നാവിനെ കൊണ്ട് രുചിപ്പിക്കുന്നതും, ഓരോ ഇന്ദ്രിയങ്ങളും അതാത് വിഷയങ്ങളെ അറിയുന്നതും, ഓരോ കർമ്മേന്ദ്രിയങ്ങളും അതാത് വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്നതും ആരുടെ അനുഗ്രഹം കൊണ്ട്? യോന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധരസ്വധാംന അന്യാൻ ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. വല്ല വ്യത്യാസമുണ്ടോ? ശ്ലോകത്തിന്റെ വാക്കുകളിലോ അല്ലെങ്കിൽ വൃത്തത്തിലോ വ്യത്യാസം. അത് ഒരു ശ്ലോകത്തിൽ പറഞ്ഞതിനെ ഇവിടെ 2 ശ്ലോകത്തിൽ പറഞ്ഞു. ധ്രുവൻ ഒരു ശ്ലോകത്തിൽ പറഞ്ഞത് ഇവിടെ 2 ശ്ലോകത്തിൽ പറഞ്ഞു. അപ്പോ അങ്ങ് തന്നെയാണ് ഈ വിശ്വത്തിന്റെ മുഴുവൻ സകല ചരാചരങ്ങളുടെയും ദേഹത്തിന്റെ ഈശ്വരനും, അസുവിന്റെ ഈശ്വരനും, ആത്മാവിന്റെ ഈശ്വരനും, ഇന്ദ്രിയങ്ങളുടെ ഈശ്വരനും. ത്വമേവ കാലഃ. ഇനി വ്യക്തികളെ മാത്രമല്ല, കാലം ആയിട്ട് ഈ പ്രപഞ്ചത്തെ മുഴുവൻ പരിണമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ശക്തി, ഈ പ്രപഞ്ചത്തെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും നടക്കുന്നത് കാലം എന്ന അടിസ്ഥാനത്തിലാണ്. ആ കാലം ആരിൽ നിന്നുണ്ടായതാണ്? അങ്ങ് തന്നെയാണ്. അതിന്റെ ഈശ്വരനും അങ്ങ് തന്നെയാണ്. അങ്ങനെ കാലസ്വരൂപനും ഭഗവാൻ, അങ്ങ് ഭഗവാനാണ്. സകല ഐശ്വര്യ പരിപൂർണനാണ്, എല്ലാ കഴിവുള്ളവനാണ്. ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം മുതലായിട്ടുള്ള എല്ലാ ഗുണങ്ങളും തികഞ്ഞ ഭഗവാനാണ്. വിഷ്ണു അങ്ങ് സർവവ്യാപിയാണ്. അവ്യയ നാശരഹിതനാണ്. ഈശ്വര സർവനിയന്താവാണ്. ഇപ്പോ ഓരോ പദങ്ങൾ എടുത്തു പറഞ്ഞാൽ പല ന്യൂനതകളും തോന്നാം. അതിനെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ സപ്ലിമെന്റ് ചെയ്യുന്നത്. അടുത്ത പദം സപ്പോർട്ട് ചെയ്യുന്നു. ഏതെങ്കിലും സംശയം ഉണ്ടായാൽ അതിനെ മാറ്റാൻ ഉടനെ അടുത്ത പദം. ഈ വിശ്വമായിരിക്കുന്നത് ഭഗവാനാണ് എന്ന് പറയുമ്പോൾ ഈ വിശ്വം പരിണമിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഭഗവാൻ പരിണമിക്കുന്നുണ്ടാവുമോ എന്നുള്ള ശങ്ക തീർക്കാനാണ് ത്വം വിഷ്ണുഹു എന്ന് പറഞ്ഞിട്ട് അവ്യയ എന്ന് ഉടനെ പറയുന്നത്. വിശ്വത്തിന് പരിണാമം ഉണ്ടാവും, പക്ഷെ ഭഗവാന് യാതൊരു പരിണാമവും ഇല്ല. ആഭരണങ്ങൾ പരിണമിക്കുമ്പോഴും സ്വർണം പരിണമിക്കുന്നില്ല. തിരമാലകൾ ഉണ്ടായി നശിച്ചുകൊണ്ടിരിക്കുമ്പോഴും വെള്ളത്തിന് യാതൊരു മാറ്റം ഉണ്ടായിട്ടില്ല. വെള്ളം വെള്ളമായിട്ട് തന്നെ ഇരിക്കുന്നു. അതുപോലെ കാര്യത്തിന് മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും കാരണമായിരിക്കുന്ന ഭഗവാന് യാതൊരു മാറ്റവുമില്ല. അവ്യയ, ഒരേപോലെ അവിനാശിയായി, നിത്യനായി, ശാശ്വതനായി, സനാതനനായിരിക്കും അവ്യയ ഈശ്വര, എല്ലാറ്റിൻ്റെയും നിയന്താവും ആകുന്നു. അപ്പോൾ ഭഗവാൻ ഈശ്വരൻ എന്നുള്ളത് കാലത്തോട് ബന്ധപ്പെട്ട് കാലത്തെ നിയന്ത്രിക്കുന്ന ശക്തിയാണ്. ഭഗവാന്റെ ലീലാശക്തി തന്നെയാണ് കാലം. ഭഗവാൻ ഈ ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിക്കുന്ന ആ ലീലയുടെ ഒരു ശക്തി വിശേഷമാണ് കാലം. കാലം കൊണ്ടാണ് ഭഗവാൻ എല്ലാവരെയും അടിക്കുന്നത്. ഈ ലോകത്തെ പരിണമിപ്പിക്കുന്ന ശക്തി ഭഗവാന്റെ ശക്തിയാണ് കാലം. ഭഗവാൻ ഈശ്വര, കാലം എന്നുള്ളത് ഭഗവാന്റെ ആ ഒരു നിയന്ത്രണത്തിലുള്ള ഭഗവാന്റെ ശക്തി. ത്വമേക സർവഭൂതാനാം ദേഹാ സ്വാത്മേന്ദ്രിയേശ്വരഃ ത്വമേവ കാലോ ഭഗവാൻ വിഷ്ണുരവ്യയ ഈശ്വരഃ ത്വം മഹാൻ പ്രകൃതി സൂക്ഷ്മാ രജസത്വതമോമയി ത്വമേവ പുരുഷോധ്യക്ഷഃ സർവക്ഷേത്രവികാരവിത്. ത്വം മഹാൻ പ്രകൃതി സൂക്ഷ്മാ രജസത്വതമോമയി ത്വമേവ പുരുഷോധ്യക്ഷഃ സർവക്ഷേത്രവികാരവിത്. ത്വം മഹാൻ, ഇവിടെ മഹാൻ എന്നാൽ മഹത്തത്വം. ആദ്യം മഹത്തത്വമാണ്, ബുദ്ധിതത്വമാണ്, വിജ്ഞാനതത്വമാണ് ആദ്യം ഉണ്ടാകുന്നത് മൂലപ്രകൃതിയിൽ നിന്ന്, അല്ലെ? മൂലപ്രകൃതി, മഹത്തത്വം, പിന്നെ അതിൽ നിന്ന് അഹങ്കാരതത്വം. അഹങ്കാരതത്വത്തിൽ നിന്ന് ശബ്ദാദി തന്മാത്രകള്, അത്
തമോ ഗുണത്തിൽ ഉണ്ടാകുന്നു. അതുപോലെ രജോ ഗുണത്തിൽ ഇന്ദ്രിയ ശക്തികൾ, സത്വഗുണത്തിൽ അന്ധകരണ ശക്തികൾ, ദേവതകൾ. അപ്പൊ ഇതിനെല്ലാം ബേസായിരിക്കുന്ന മഹാനെന്ന മഹത്തത്വം അങ്ങ് തന്നെ, ദ മെറ്റീരിയൽ കോസ്. ഈ പ്രപഞ്ചത്തിന്റെ ആദ്യത്തെ കാരണഭാവം, അത് മഹത്തത്വം, അത് അങ്ങ് തന്നെയാണ്. രജസത്വ തമോമയീ സൂക്ഷ്മ പ്രകൃതി, അതും ത്വമേവ, അല്ലെങ്കിൽ സർവക്ഷേത്ര വികാരവിത് അധ്യക്ഷ പുരുഷ ത്വമേവ. അപ്പൊ രജസത്വ തമോമയീ സൂക്ഷ്മ പ്രകൃതി, രജസ്, സത്വം, തമസ് എന്നുള്ള 3 ഗുണങ്ങളോട് കൂടിയതായിട്ടുള്ള സൂക്ഷ്മ രൂപത്തിലിരിക്കുന്ന ആ പ്രകൃതി, അതിനെയും അതുപോലെ തന്നെ സർവക്ഷേത്ര വികാരവിത്ത്, എല്ലാ ദേഹങ്ങളുടെയും അഥവാ ക്ഷേത്രങ്ങളുടെയും എല്ലാ ഭൂതങ്ങളുടെയും വികാരങ്ങളെ അറിയുന്ന സാക്ഷിയും, അധ്യക്ഷ, എല്ലാറ്റിനും മുകളിലിരുന്ന് എല്ലാറ്റിനെയും പ്രവർത്തിപ്പിക്കുന്ന വികാരങ്ങൾക്കൊക്കെ സാക്ഷിയായിരിക്കുന്ന, വികാരങ്ങൾക്ക് കാരണഭൂതനുമാകുന്ന അധ്യക്ഷനായിട്ട് പുരുഷ, എല്ലാ പുരികളിലും ശയിക്കുന്നവനും എന്നാൽ സ്വയം പൂർണ്ണനുമായിരിക്കുന്ന പുരുഷൻ ത്വമേവ, അങ്ങ് തന്നെയാകുന്നു. അപ്പോ വികാര രൂപത്തിലിരിക്കുന്ന ഈ പ്രകൃതി അങ്ങയുടെ അംശമാകുന്നു, അങ്ങയുടെ ശക്തിയാകുന്നു. അങ്ങോ വികാരരഹിതനായിരിക്കുന്ന അധ്യക്ഷൻ, അല്ലെ, സർവക്ഷേത്ര വികാരവിത്ത്. വികാരത്തെ അറിയണമെങ്കിൽ വികാരമില്ലാത്ത ഒരാൾക്കേ വികാരത്തെ അറിയാൻ പറ്റുള്ളൂ. ഓടുന്ന, അല്ലെ, ട്രെയിനിനെ കുറിച്ച് ബോധം വേണമെങ്കിൽ സ്റ്റേഷൻ മാസ്റ്റർ ആയിരിക്കണം. റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷൻഡ് മാസ്റ്ററാണ് സ്റ്റേഷൻ മാസ്റ്റർ. അവിടെ തന്നെ സാക്ഷിയായി നിൽക്കണം. ഏതെങ്കിലും ട്രെയിൻ വന്ന് കയറിപ്പോയാൽ എല്ലാ ട്രെയിനുകളെയും നിയന്ത്രിക്കാനോ അറിയാനോ സാധിക്കില്ല. ആ ഒരു ട്രെയിനിൽ അങ്ങോട്ട് കയറി അങ്ങോട്ട് പോകാം. അല്ല, ഡ്യൂട്ടി കഴിയുമ്പോൾ അയാൾ അങ്ങനെ വല്ലതിലും പോയി എന്ന് വരും. ഡ്യൂട്ടിയിലിരിക്കുമ്പോൾ ആള് സ്റ്റേഷനിലിരിക്കണം, ഒരു വണ്ടിയിലും കയറാൻ പാടില്ല. ഡ്യൂട്ടി കഴിഞ്ഞാലേ സ്റ്റേഷൻ എന്നുള്ള ആ സ്ഥാനം വിട്ട് പുറത്തേക്ക് പോകാൻ പാടുള്ളൂ. അപ്പൊ അനങ്ങാതെ നിൽക്കുന്ന ഒരാൾക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ മുഴുവൻ കാണാൻ പറ്റുള്ളൂ, അല്ലേ? നമ്മള് ഏതെങ്കിലും ഉത്സവങ്ങൾക്കൊക്കെ കാഴ്ച കാണാനായിട്ട് ഒരു ഭാഗത്ത് ഒതുങ്ങി മാറി നിൽക്കണം. കാഴ്ചക്കാരായിട്ട് തെരുവീതികളിൽ എവിടെയെങ്കിലും സ്ഥിരമായിട്ടൊരു സ്ഥാനം, നല്ലോണം കാഴ്ച കിട്ടുന്ന ഒരു സ്ഥലത്ത് അധ്യക്ഷരായിരിക്കണം. അധ്യക്ഷർ എന്ന് പറഞ്ഞാൽ മുകളിലിരിക്കുന്നവർ ഉദാസീനരായിരിക്കണം. അപ്പോഴേ ആ പോകുന്നതിനെയൊക്കെ എണ്ണെടുക്കാൻ പറ്റില്ല. എത്ര ആനയുണ്ടായിരുന്നു, ഏതെല്ലാം വാദ്യങ്ങളുണ്ടായിരുന്നു, എന്തെല്ലാം കലാപ്രകടനങ്ങൾ ഉണ്ടായിരുന്നു, ഏകദേശം എത്ര ആളുകളുണ്ടായിരുന്നു, എന്തെല്ലാമാണ് പോയത്, എത്ര കുടകൾ, എത്ര വിളക്കുകൾ കൊണ്ടുപോയി, അല്ലേ? പണ്ട് കാലത്തൊക്കെ വിളക്കുകളും വേണമായിരുന്നു. ഇപ്പോഴും ഉണ്ട് പലതരത്തിലുള്ള വിളക്കുകൾ. അപ്പൊ എണ്ണെടുക്കണമെങ്കിൽ എന്ത് വേണം? ഒരു ഭാഗത്ത് നിൽക്കണം. അപ്പോഴേ കടന്നു പോകുന്നതൊക്കെ എണ്ണാൻ പറ്റുള്ളൂ. ഇവിടെ ഭഗവാൻ അധ്യക്ഷനാണ്. ക്ഷേത്ര വികാരവിത്ത്, ക്ഷേത്രങ്ങളുടെ വികാരങ്ങളെ മുഴുവൻ അറിയുന്ന സാക്ഷിയായിരിക്കുന്ന ഭാവമാണ് ഭഗവാന്റെ. ഭഗവാന് വികാരമില്ല. അപ്പൊ വികാരങ്ങൾ ഉണ്ടാക്കുന്ന അസത്തായിരിക്കുന്ന പ്രകൃതിയും ഭഗവാന്റെ വിഭൂതി. അതിനെല്ലാം അറിഞ്ഞ് വികാരമില്ലാതെ മാറി നിൽക്കുന്നവനും ഭഗവാൻ തന്നെ, പുരുഷനും ഭഗവാൻ തന്നെ. ത്വം മഹാൻ പ്രകൃതി സൂക്ഷ്മ രജസത്വതമോമയീ ത്വമേവ പുരുഷോധ്യക്ഷഃ സർവക്ഷേത്ര വികാരവിത്. എത്ര മനോഹരമായിട്ടാണ്, എത്ര സിമ്പിളായിട്ടാണ് ഉപനിഷത്ത് തത്വങ്ങളെല്ലാം ഇവിടെ പ്രതിപാദിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക. ഗൃഹ്യമാണൈസ്ത്വമഗ്രാഹ്യോ വികാരൈഃ പ്രാകൃതൈർഗുണൈഃ കോൻവിഹാർഹതി വിജ്ഞാതും പ്രാക്സിദ്ധം ഗുണസംവൃതഃ. ഗൃഹ്യമാണൈസ്ത്വമഗ്രാഹ്യോ വികാരൈഃ പ്രാകൃതൈർഗുണൈഃ കോൻവിഹാർഹതി വിജ്ഞാതും പ്രാക്സിദ്ധം ഗുണസംവൃതഃ. പ്രാകൃതൈഃ ഗുണൈഃ ഗൃഹ്യമാണൈ വികാരൈഃ ത്വം അഗ്രാഹ്യഃ. പ്രാകൃതൈഃ ഗുണൈഃ,
പ്രകൃതിയിലെ ഗുണങ്ങളാൽ സത്വം രജസ് തമസ് എന്നുള്ള 3 ഗുണങ്ങളാണ് പ്രകൃതിയുടെ ഗുണങ്ങൾ. അപ്പൊ ഈ ഗുണങ്ങളാൽ ഗൃഹ്യമാണൈഹി വികാരൈഹി, ഗ്രഹിക്കപ്പെടുന്നവരായ വികാരങ്ങളാൽ ത്വം അഗ്രാഹ്യ, അങ്ങ് ഗ്രഹിക്കാൻ കഴിയുന്നവനല്ല. അപ്പൊ പ്രകൃതിയുടെ വികാരങ്ങളാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും എല്ലാം. 5 ജ്ഞാനേന്ദ്രിയങ്ങൾ പ്രകൃതിയുടെ വിവിധ വികാരങ്ങളാണ്. നമ്മുടെ അന്ധക്കരണം പ്രകൃതിയുടെ വികാരങ്ങളാണ്. അപ്പൊ ഈ നിസ്സാര കാര്യങ്ങളായിരിക്കുന്ന ഇവയ്ക്ക് ഇതിനൊക്കെ കാരണഭൂതനായിരിക്കുന്ന ഭഗവാനെ അറിയാൻ കഴിയുമോ? കൊച്ചു പേരക്കുട്ടികൾക്ക് മുതുമുത്തശ്ശന്മാരുടെ കഥ വല്ലതും അറിയുമോ? അല്ലേ? അവർ പറഞ്ഞു കൊടുക്കുന്നതും കേട്ടതുമായിട്ടുള്ള കുറച്ച് കഥകളൊക്കെ അറിയാന്നേ ഉള്ളൂ. അല്ലാതെ അവരാരായിരുന്നു, എന്തായിരുന്നു, എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, അല്ലേ? മുത്തശ്ശന്മാരുടെ കഥയൊന്നും കൊച്ചുകുട്ടികൾക്ക് അറിയില്ല. നമ്മുടെ പൂർവികന്മാര്, നമ്മുടെ മുത്തശ്ശന്മാർക്കും മുത്തശ്ശന്മാരായിരുന്നവരുടെയൊക്കെ കഥ നമുക്ക് വല്ലതും അറിയോ? ഇല്ല. അപ്പൊ ഭഗവാൻ എല്ലാറ്റിനും ആദിയായിരുന്നവൻ, എല്ലാറ്റിനും കാരണഭൂതനായിരിക്കുന്നവൻ, എല്ലാറ്റിനും മുതുമുത്തച്ഛനായിരിക്കുന്നവൻ, അങ്ങനെയുള്ള ഭഗവാനെ ഈ നിസ്സാരന്മാരായിട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഉണ്ടായിട്ടുള്ള ഈ ശരീര മനോബുദ്ധികൾ ഇന്ദ്രിയങ്ങൾ ഇവയ്ക്കൊക്കെ അറിയാൻ കഴിയുമോ? അഗ്രാഹ്യ, ഒരിക്കലും ഗ്രഹിക്കാൻ സാധിക്കില്ല എന്നർത്ഥം. കുറെയൊക്കെ ചരിത്രം പഠിക്കാം, അത്രേ ഉള്ളൂ, അല്ലേ? ഗുണസമൃദ്ധ കഹ പ്രാക്സിദ്ധം വിജ്ഞാതും ഇഹ അർഹതി. ചോദ്യമാണ്. ഗുണസമൃദ്ധ കഹ, ഗുണത്താൽ ആവരണം ചെയ്യപ്പെട്ട ഏതൊരുവനാണ്? ഇപ്പൊ നമ്മളൊക്കെ ഗുണങ്ങളാൽ ആവരണം ചെയ്യപ്പെട്ടവരാണ്. സത്വം രജസ് തമസ് എന്നുള്ള ഗുണങ്ങളെ കൊണ്ട് കണ്ടീഷൻഡാണ്. നമ്മളെ ബുദ്ധിയെയും ഇന്ദ്രിയങ്ങളെയൊക്കെ ഈ പറഞ്ഞ ഗുണങ്ങള് ആവരണം ചെയ്തിട്ടുണ്ട്, പരിമിതപ്പെടുത്തിയിട്ടുണ്ട്, കണ്ടീഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള കഹ, ഏതൊരുവനാണ് പരിമിതമായ ദൃഷ്ടി കൊണ്ട് പ്രാക്സിദ്ധം വിജ്ഞാതും ഇഹ അർഹതി. പ്രാക്സിദ്ധം, പ്രാക്സിദ്ധം എന്നുള്ള പ്രാക്കേവ സിദ്ധം, മുമ്പേ ഉണ്ടായിരുന്നത്, ഏറ്റവും ആദിയിലുണ്ടായിരുന്നത്, അങ്ങനെയുള്ളതിനെ വിജ്ഞാതും അറിയുവാനായിക്കൊണ്ട് ഇഹ അർഹതി, ഇവിടെ യോഗ്യനായി തീരുക. നമുക്ക് പരിമിതമായ ദൃഷ്ടി കൊണ്ട് കാണാവുന്നത് പരിമിതമായിട്ടുള്ളതേ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ കണ്ണുകൊണ്ട് ലോകം മുഴുവൻ ഇവിടെ ഇരുന്നുകൊണ്ട് കാണാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ കാഴ്ച മറയുന്നത് വരെയുള്ള കുറേ കാര്യങ്ങൾ കാണാം. അതിൻ്റെ അപ്പുറത്ത് എന്താണെന്ന് അറിയില്ല. അപ്പൊ ഈ ചുമരിന്റെ അപ്പുറത്ത് എന്താണെന്ന് എനിക്കറിയില്ല. അപ്പുറത്ത് ആരെങ്കിലും ഒളിഞ്ഞു നിന്നാൽ അറിയില്ല. ഈ അപ്പുറത്തെ ചുമരിന്റെ അപ്പുറത്ത് എന്താണുള്ളത് അറിയില്ല. എൻ്റെ ദൃഷ്ടിക്ക് ആ വൈകല്യമുണ്ട്, പരിമിതിയുണ്ട്, കണ്ടീഷൻഡാണ്. അപ്പൊ ഇതുപോലെ തന്നെയാണ് നമ്മുടെ അറിവും. സത്വം രജസ് തമസ് എന്നുള്ള 3 ഗുണങ്ങളെ കൊണ്ട് പരിമിതമായിട്ടുള്ളതാണ് നമ്മുടെ അറിവുകൾ. നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് വ്യാപരിക്കാൻ കഴിയുന്ന ഗോചരമായിരിക്കുന്ന വിഷയങ്ങൾ പരിമിതമാണ്. നമ്മുടെ ബുദ്ധിക്ക് ഗോചരമായിരിക്കുന്ന വിഷയം പരിമിതമാണ്. മനസ്സിന് വ്യാപരിക്കാൻ കഴിയുന്ന വിഷയം പരിമിതമാണ്. എന്തൊക്കെ നമ്മൾ ബുദ്ധി കൊണ്ട് അറിഞ്ഞിട്ടുണ്ടോ ആ വിഷയങ്ങളിൽ മാത്രമേ മനസ്സിന് വ്യാപരിക്കാൻ പറ്റുള്ളൂ. നമ്മളറിയാതെ ഈ ലോകത്തിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്, ഒന്നും അറിഞ്ഞിട്ടില്ല. ഓരോന്നോരോന്നായി അറിഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ്, അറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കറ്റത് കൈമണ്ണളവ് കല്ലാതത് ഉലകളവ്, തമിഴില് ഉള്ളൊരു ചൊല്ലാണ്. തിരുക്കുറലിലും വരുന്നതാണ്, തിരുക്കുറൽ വാക്കാണ്. കറ്റത് കൈമണ്ണളവ്. കറ്റത് എന്ന് പറഞ്ഞാൽ കൽവി എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം, അറിവ്. കൽവി കൊണ്ട് നമ്മൾ നേടിയതാണ് കറ്റത്. എന്താണത്? കൈമണ്ണളവ്. കൈമണ്ണ് എന്ന് പറഞ്ഞാൽ ഒരു പിടി മണ്ണോളം, ഒരു മുഷ്ടിയിൽ കൊള്ളുന്ന മണ്ണോളമേ നമ്മൾ അറിഞ്ഞിട്ടുള്ളൂ. കല്ലാതത്, നമ്മുടെ കൽവിക്ക് വിഷയമാകാത്തത്, നമ്മുടെ അറിവിന് വിഷയമാകാത്തത് ഉലകളവ്. അത് കിടക്കുന്നു ഇങ്ങനെ പരന്നിട്ട്, ഉലകം പോലെ വ്യാപിച്ചു കിടക്കുന്നു. നമ്മൾ എത്ര പഠിച്ചാലും അറിയാവുന്നത് കൈമണ്ണളവ്. ഈ ഒരു ബോധം എപ്പോഴും ഉണ്ടായിരുന്നാൽ വിനയാന്വിതരായിരിക്കും. വിദ്യാ ദദാതി വിനയം. അപ്പൊ അതുപോലെ ഇവിടെ
ഈ പ്രകൃതി ഗുണങ്ങൾക്ക്, പ്രകൃതി ഗുണങ്ങളുടെ പരിണാമമായിരിക്കുന്ന ഇന്ദ്രിയ മനോബുദ്ധികൾക്ക് എല്ലാറ്റിനും കാരണഭൂതനായ മുമ്പേ ഇരിക്കുന്നതായിട്ടുള്ള ഈശ്വരനെ അറിയാൻ സാധ്യമല്ല. ആ പരമപുരുഷനെ അറിയാൻ കഴിയുകയില്ല. യച്ചക്ഷുഷാ ന പശ്യതി ഏന ചക്ഷുഗുംഷി പശ്യതി തദേവ ബ്രഹ്മത്വം വിദ്ധി നേദം യതിദം ഉപാസത്തെ. ഏതൊന്ന് കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ലയോ, ഏതൊന്നിനാൽ കണ്ണുകൾ പ്രവർത്തിക്കുന്നുവോ, കാണുന്നുവോ, അതാണ് എല്ലാറ്റിനും കാരണഭൂതമായ ബ്രഹ്മം. ആ ബ്രഹ്മമാണ്, ആ ബ്രഹ്മത്തെ അറിയുക. അത് തന്നെയാണ് നീയും എന്നറിയുക. തദേവ ബ്രഹ്മത്വം ഇതി വിദ്ധി. അപ്പൊ അങ്ങനെ എന്താ പറയുക, മുമ്പേ ഉണ്ടായിരുന്നതിനെ അറിയാൻ സാധ്യമല്ല. ഗൃഹ്യമാണൈസ്ത്വമഗ്രാഹ്യോ വികാരൈ പ്രാകൃതൈർഗുണൈ കോൻവിഹാർഹതി വിജ്ഞാതും പ്രാക്സിദ്ധം ഗുണസംവൃത. ഈ ശ്ലോകത്തില് യശോദയ്ക്കുണ്ടോ ഈ കൃഷ്ണനെ കെട്ടാൻ പറ്റുന്നു എന്നൊരു ചോദ്യം കൂടി ഉണ്ട് അല്ലേ? യശോദ ആരാണ്? പിന്നീടുണ്ടായതാണ്. കൃഷ്ണനോ മുമ്പേയുള്ളവനാണ്, പരമപുരുഷനാണ്, ആദിപുരുഷനാണ്. ആദിപുരുഷനായ ഭഗവാനെ ബന്ധിക്കാൻ ഈ പ്രകൃതിയുടെ ചെറിയൊരു വികാരമായിരിക്കുന്ന അഹന്ത മമതകളോടുകൂടിയവളായ ഒരു ചെറിയ സ്ത്രീക്ക്, ഈ യശോദയ്ക്ക് സാധിക്കുമോ അല്ലേ? ആ യശോദ കുറെയെങ്കിലും ദേവകിയെ പോലെ വികസിക്കണം. ദേവകിക്ക് ഭഗവാനെ അറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. അതുപോലൊരവസരം യശോദയ്ക്ക് കിട്ടിയിട്ടില്ല, ഉണ്ടാവാൻ പോണേയുള്ളൂ. ഭഗവാനെ ലാളിച്ച് ലാളിച്ച് ഭഗവാന്റെ തത്വം അറിയാൻ പോകുന്നേയുള്ളൂ. അപ്പോൾ ഇവിടെ യശോദ എന്നുള്ളത് കൊണ്ട് നമ്മുടെ ബുദ്ധി തന്നെയാണ്, നമ്മുടെ ഇന്ദ്രിയങ്ങളാണ്, പ്രകൃതിയാണ്. ഈ പ്രകൃതിക്ക്, ഈ കാര്യമായിട്ടുള്ള വസ്തുവിന് കാരണഭൂതനായിരിക്കുന്ന ഭഗവാനെ അറിയാൻ കഴിയില്ല. അപ്പോൾ ഭഗവാനാണ് ഇവിടെ എല്ലാവർക്കും മാതാവും പിതാവും പിതാമഹനും ദാതാവും എല്ലാം. ആ ഭഗവാനെ യശോദ എന്നുള്ള ഒരു ചെറിയ സ്ത്രീക്ക് ബന്ധിക്കാൻ സാധ്യമല്ല എന്ന് ഇതിൽ പരോക്ഷമായി സൂചിപ്പിച്ചിരിക്കുന്നു. തസ്മൈ തുഭ്യം ഭഗവതേ വാസുദേവായ വേധസേ ആത്മദ്യോതഗുണൈശ്ചന്നമഹിംനേ ബ്രഹ്മണേ നമഃ. തസ്മൈ തുഭ്യം ഭഗവതേ വാസുദേവായ വേധസേ ആത്മദ്യോതഗുണൈശ്ചന്നമഹിംനേ ബ്രഹ്മണേ നമഃ. ആത്മദ്യോതഗുണൈഃ ഛന്നമഹിംനേ ഭഗവതേ വാസുദേവായ വേദസേ ബ്രഹ്മണേ തസ്മൈ തുഭ്യം നമഃ. നമസ്കാരം. നമഃ നമഃ നമഃ. തസ്മൈ നമഃ തുഭ്യം നമഃ ഭഗവതേ നമഃ വാസുദേവായ നമഃ വേദസേ നമഃ ആത്മദ്യോതഗുണൈശ്ചന്നമഹിംനേ നമഃ ബ്രഹ്മണേ നമഃ. എല്ലായിടത്തേക്കും ചതുർത്ഥി വിഭക്തിയാണ് നമസ്കാരം കണക്ട് ചെയ്യുക. അപ്പോ എന്താ അവിടെ പറയണത്? ആത്മദ്യോതഗുണൈഹി ചന്നമഹിംനേ ഭഗവതേ. ഭഗവാനെ മറയ്ക്കുന്നുണ്ട്. ആരാ മറയ്ക്കുന്നത്? ഭഗവാന്റെ മഹിമയെ മറയ്ക്കുന്നത് ചന്നമഹിമാവോട് കൂടിയവൻ, ഛന്നമായ ആച്ഛാദനം ചെയ്യപ്പെട്ട മഹിമയോടുകൂടിയവൻ. എവിടുന്ന്? ആത്മദ്യോത ഗുണങ്ങളാണ് മറയ്ക്കുന്നത്. ഭഗവാനിൽ നിന്ന് തന്നെ ഉണ്ടായ ഈ പ്രകൃതി അഥവാ ഗുണങ്ങൾ, ആ ഗുണങ്ങളാണ് ഭഗവത് തത്വത്തെ, ഭഗവാന്റെ മാഹാത്മ്യത്തെ മറയ്ക്കുന്നത്. ഏതുപോലെ സൂര്യന്റെ അനുഗ്രഹം കൊണ്ടുണ്ടായ മേഘങ്ങൾ സൂര്യനെ മറയ്ക്കും പോലെ. സൂര്യന്റെ അനുഗ്രഹം കൊണ്ടാണ് ജലാശയങ്ങളിൽ നിന്നുള്ള ജലം നീരാവിയായി മുകളിലേക്ക് പൊങ്ങി മേഘമായി മാറുന്നത്. എന്നിട്ട് സൂര്യനെ മറയ്ക്കുന്നു എന്ന് നമ്മൾ പറയുന്നു. വാസ്തവത്തിൽ മറയ്ക്കണ്ടോ? സൂര്യനുണ്ടോ ഈ മേഘത്തെയൊക്കെ കാണുന്നു? സൂര്യനെ സംബന്ധിച്ച് മേഘം എത്രയോ ഒരു ധൂളി പോലെ, ഒരു പൊടി പോലെ. അവിടുന്ന് സൂര്യനിൽ നിന്ന് താഴേക്ക് നോക്കിയാൽ മേഘത്തിന്റെ പൊടി പോലും കാണില്ല.
പിന്നെ ആർക്കായി ഈ മേഘം മറയ്ക്കുന്നത്? താഴത്തുനിന്ന് മുകളിലേക്ക് സൂര്യനെ നോക്കുന്നവർക്ക്. അപ്പൊ നമ്മുടെ കണ്ണുകളെയാണ് ഈ മേഘം മറയ്ക്കുന്നത്. സൂര്യനെ ഒരിക്കലും മറച്ചിട്ടില്ല. കാരണം സൂര്യൻ ഈ ഭൂമിയെക്കാളും എത്രയോ വലുപ്പമുള്ള വസ്തുവാണ്. ഈ ഭൂമിയെ മറയ്ക്കുന്നില്ല മേഘങ്ങൾ, പിന്നെയാണോ സൂര്യനെ മറയ്ക്കുന്നത്? മേഘങ്ങൾ എന്ന് പറഞ്ഞാൽ തൽക്കാലം കുറച്ച് ദേശത്തെ മാത്രം മറയ്ക്കുന്നു എന്നേ ഉള്ളൂ. സൂര്യനെ കാണുന്നതിൽ നിന്ന് നമ്മുടെ കണ്ണുകളെ മറയ്ക്കുന്നു. നമ്മുടെ കണ്ണുകളെയാണ് മറയ്ക്കുന്നത്. അതുപോലെ ഇവിടെ ആത്മദ്യോത ഗുണൈഹി എന്ന് പറഞ്ഞാൽ ഭഗവാനിൽ നിന്ന് തന്നെ ദ്യോതിച്ചതായിട്ടുള്ള ഗുണങ്ങളാൽ, ഭഗവാന്റെ തന്നെ ശക്തി കൊണ്ട്, അനുഗ്രഹം കൊണ്ടുണ്ടായിട്ടുള്ള പ്രകൃതി, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, ഇതിലൊക്കെയുള്ള സത്വം, രജസ്, തമോ ഗുണങ്ങൾ കൊണ്ട് ഭഗവാന്റെ മഹിമ ഛന്നമായിരിക്കുന്നു, മറയപ്പെട്ടിരിക്കുന്നു. ഭഗവാൻ കുറ്റക്കാരനല്ല. ഈ പ്രകൃതിയുടെ ഒരു ധർമ്മം, അതിന്റെ സ്വഭാവം, പിന്നെ കാണുന്ന നമ്മളുടെ അറിവില്ലായ്മ എന്ന ആ ഒരു ചെറുപ്പം. നമ്മൾ ചെറുതാണ്. നമ്മൾ ഇവിടുന്ന് അപ്പുറത്തേക്ക് ഭഗവാനെ നോക്കുമ്പോൾ നമ്മുടെ അറിവ് പരിമിതമായതുകൊണ്ട് കാണുന്നില്ല. എന്നാൽ ആർക്കാണോ സൂര്യനെ ആരും മറച്ചിട്ടില്ല എന്ന അറിവുള്ളത്, അവർക്ക് സൂര്യൻ മറയുന്നില്ല. അതുപോലെ ഭഗവാനെ മറയ്ക്കാൻ ഈ പറഞ്ഞ ഇന്ദ്രിയങ്ങൾക്കോ മനസ്സിനോ നമ്മുടെ പ്രകൃതി ഗുണങ്ങൾക്കോ ഒന്നിനും സാധ്യമല്ല. അപ്പൊ ഈ ഭഗവാനെ കെട്ടാൻ കഴിയും എന്ന് ആരാ വിചാരിച്ചത്? യശോദ. അത് യശോദയുടെ അറിവില്ലായ്മ കൊണ്ടാണ് ഭഗവാനെ ചെറുതായിട്ട് കണ്ടത്, സൂര്യൻ മറയ്ക്കപ്പെട്ടതുപോലെ. അപ്പോ ആത്മദ്യോത ഗുണൈഹി ഛന്നമഹിംനേ ഭഗവതേ, ഭഗവാനായിക്കൊണ്ട് വാസുദേവായ, ആ എല്ലാമായിരിക്കുന്ന, എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്ന, ഈ മേഘത്തെയും പ്രകാശിപ്പിക്കുന്നത് ഭഗവാൻ തന്നെ, ആ സൂര്യൻ തന്നെയാണ്. കാണുന്ന നമ്മുടെ കണ്ണുകളെയും പ്രകാശിപ്പിക്കുന്നത് സൂര്യൻ തന്നെയാണ്, അല്ലേ? എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്ന ആ സൂര്യഭഗവാനെ നമ്മൾ കാണുന്നില്ല. അതുപോലെ വാസുദേവായ, എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്ന വാസുദേവനായിക്കൊണ്ട് ഇവിടെ വസുദേവരുടെ പുത്രനായി ഇരിക്കുന്ന, വേഷം കെട്ടിയിരിക്കുന്ന, വാസ്തവത്തിൽ ആരാണ്? വേദസേ, സൃഷ്ടികർത്താവാണ്, വേദാവാണ്. അപ്പൊ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവായിരിക്കുന്ന ബ്രഹ്മണേ, ബ്രഹ്മമായി എല്ലാറ്റിനും അപ്പുറത്തേക്ക് നിറഞ്ഞിരിക്കുന്ന, എല്ലാറ്റിനും പരമകാരണമായിരിക്കുന്ന തസ്മൈ തുഭ്യം നമഃ, അങ്ങനെയുള്ള അങ്ങേക്കായിക്കൊണ്ട് ഞങ്ങളുടെ നമസ്കാരം, ഞങ്ങൾ രണ്ടുപേരും നമസ്കരിക്കുന്നു. ഭഗവാനെ ഇങ്ങനെ വിവിധ നാമങ്ങളെ കൊണ്ട് ഭഗവാന്റെ തത്വം പറയുകയാണ്. നമുക്ക് തുടരാം. നമുക്ക് അടുത്ത ക്ലാസ് വൈകുന്നേരം ഞാനിവിടെ ഉണ്ടെങ്കിൽ നോക്കാം. വൈകുന്നേരം ഒന്ന് പുറത്ത് പോകേണ്ടതുണ്ട്. നോക്കിക്കോളൂ, നോട്ടിഫിക്കേഷൻ നോക്കിക്കോളൂ. വേറെയും തിരക്കുകളും ഉണ്ട്. നാളത്തെ കിറ്റ് വിതരണത്തിൻ്റെ, നാളെ രാവിലെ കിറ്റ് വിതരണമാണ്. അപ്പോൾ നാളെ വൈകിട്ട് ഫ്രീ ആവും. വൈകിട്ട് ക്ലാസ് നോക്കാം. ഇന്ന് വൈകിട്ടും നാളെ രാവിലെയും വേണ്ട, നാളെ വൈകിട്ട് നമുക്ക് ക്ലാസ് കാണാം. അതുവരയ്ക്ക് ഈ കേട്ടതൊക്കെ ഒന്ന് മനനം ചെയ്യുക. പിന്നെ ഓണത്തിനായിട്ട് ഒരുങ്ങണമല്ലോ, അല്ലേ? നമുക്ക് സമർപ്പിക്കാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. നാളെ രാവിലെ 9:30 മണിക്ക് ശേഷം ഇവിടെ കിറ്റ് വിതരണം, ഓണക്കിറ്റ് വിതരണം. എല്ലാം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. നാളെ പാലക്കാട്ടുകാരൊക്കെ വന്ന് സഹായിക്കുക. വേറെയും ദൂരത്തുനിന്ന് വരാൻ താല്പര്യമുള്ളവർക്കും വരാം. വരുന്നവരെ ഒന്ന് അറിയിച്ചാൽ നാളെ സെർവ് ചെയ്യുന്നവർക്കൊക്കെ ഒരു ഓണസദ്യ നമ്മൾ ഏർപ്പാട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്ര കൃത്യമായിട്ട് അറിയാൻ പറ്റും. വെറുതെ അധികമായി പാഴാക്കും വേണ്ട, കുറഞ്ഞും പോണ്ട. അപ്പോൾ വരുന്നവരൊന്ന് അറിയിച്ചാൽ നന്നായിരുന്നു. ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വാട്സാപ്പിലേക്ക് മെസ്സേജ് ചെയ്യും.
അല്ലെങ്കിൽ വിളിച്ചു പറഞ്ഞാലും കുഴപ്പമില്ല. നാളെ പരമാവധി ആളുകൾ വന്ന് പങ്കെടുത്ത് ഒരു പരിപാടിയെ വിജയിപ്പിക്കുക. ഹരിയോ. പാലക്കാട്ടുകാർ പ്രത്യേകിച്ച് ഹരിയോ. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. അഡ്വാൻസ് ഓണാശംസകൾ ഇപ്പോൾ തന്നെ. ഹരിയോ.